SSC CGL 2026 ഇന്ത്യ ഗവൺമെന്റിന്റെ കീഴിൽ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടൊരു ജോബ് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കുള്ള ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണ് SSC CGL. 2026 ഇത്തരത്തിലൊരു നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നതിനേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നേരത്തെ പ്ലാൻ ചെയ്ത് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർക്ക് ഒരുപക്ഷെ SSC CGL എക്സാം വളരെ പെട്ടെന്ന് ക്ലിയർ ചെയ്യാൻ സാധിച്ചേക്കും. വളരെ പെട്ടെന്ന് പറയുമ്പോഴും കൃത്യമായ പ്ലാനിങ്ങും കൃത്യമായ ഡെഡിക്കേഷനും ഉള്ളവർക്ക് മാത്രം പറഞ്ഞിട്ടുള്ളതാണ് ഇത്തരത്തിലുള്ള പരീക്ഷ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ SSC CGL 2026 പരീക്ഷയെ പറ്റിയുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം തന്നെ ഈ പരീക്ഷ എന്ന് വിളിക്കും, എന്ന് വിളിച്ചാൽ നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ട വഴികൾ എന്തൊക്കെയാണ്, അതിൻ്റെ പാറ്റേൺ ഓഫ് എക്സാം എന്തൊക്കെയാണ്, എത്ര സ്റ്റേജ് പരീക്ഷയാണുള്ളത്, അതിന് ഇൻ്റർവ്യൂ ഉണ്ടോ, ഇങ്ങനെ പല കാര്യങ്ങളും പല സംശയങ്ങളും പലരുടെയും മുമ്പിലുണ്ടാവും. ഇത്തരത്തിലുള്ള കംപ്ലീറ്റ് ഡൗട്ടുകളും ക്ലിയർ ചെയ്ത് എങ്ങനെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങണം, പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം തുടങ്ങിയ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ SSC CGL 2026 എന്താണ് ഈ പരീക്ഷയുടെ പ്രത്യേകത? CGL കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാം, അതായത് ഡിഗ്രി ഉള്ളവർക്ക് മാത്രം അപ്പിയർ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ എഴുതാൻ പറ്റുന്ന പരീക്ഷയാണ് SSCയുടെ കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ. വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള പോസ്റ്റുകൾ എന്ന് പറയുമ്പോൾ കുറേ പോസ്റ്റുകൾ, ഒരുപാട് പേര് ആഗ്രഹിക്കുന്ന പലതരത്തിലുള്ള പോസ്റ്റുകളൊക്കെ ഈ ഒരു എക്സാമിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നോക്കാം. ആദ്യം തന്നെ എന്തുകൊണ്ട് SSC CGL, എന്തുകൊണ്ട് ഒരാൾ SSC CGL പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യണം, ഇത്തരത്തിലൊരു എക്സാമിന് ഞാൻ പ്രിപ്പയർ ചെയ്താൽ എനിക്ക് കിട്ടാൻ പോകുന്ന അഡ്വാൻറ്റേജുകൾ എന്തൊക്കെ തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഒന്നാമത്തെ കാര്യം തന്നെ പറയാനുള്ളത് മാസീവ് ഓപ്പർച്യൂണിറ്റി, അതായത് വേക്കൻസീസിൻ്റെ കാര്യത്തിൽ നിന്ന് തന്നെ നോക്കാം. അതായത് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ഇത്തരത്തിലുള്ള സർവീസസിലേക്ക് നിങ്ങൾക്ക് എൻ്റർ ചെയ്യാൻ വേണ്ടി SSC CGL ഓരോ വർഷവും എല്ലാ വർഷവും SSCയുടെ CGL പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള നോട്ടിഫിക്കേഷൻ വരുമ്പോൾ തന്നെ ആവറേജ് ലെവൽ ഒരു 10,000+ വേക്കൻസീസ് ഒക്കെ ആയിട്ടാണ് SSC CGL എല്ലാ വർഷത്തിലും, ഒരു ആവറേജ് ലെവലിലാണ് പറയുന്നത്. ഒരുപക്ഷെ 20,000+ വേക്കൻസീസ് ഒക്കെ വരുന്ന സമയങ്ങളുണ്ട്, അല്ലെങ്കിൽ 10,000-ൽ താഴേക്ക് വേക്കൻസി വരാറുണ്ട്. എന്നാലും ആവറേജ് ലെവലിൽ ഒരു 10,000+ വേക്കൻസീസ് എല്ലാ വട്ടവും എല്ലാ വർഷവും റെഗുലർലി വിളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കോമ്പറ്റേറ്റീവ് എക്സാം തന്നെയാണ് SSCയുടെ CGL. അതായത് ഗ്രൂപ്പ് B ആൻഡ് ഗ്രൂപ്പ് C കാറ്റഗറിയിൽ വരുന്ന പോസ്റ്റുകൾക്ക് ഇത്രയും നമ്പർ, അതായത് 14,000 അല്ലെങ്കിൽ 12,000 നമ്പർ ഓഫ് വേക്കൻസീസ് എന്ന് പറയുന്നത് വളരെ മാസീവ് വേക്കൻസീസ് ആണ് എന്ന് തന്നെ പറയാം. കാരണം പേ ലെവൽ തന്നെ പേ ലെവൽ 6, പേ ലെവൽ 7-ലൊക്കെ വരുന്ന അത്യാവശ്യം ബെസ്റ്റ് ഹൈ സാലറി ഏൺ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉള്ള ബെസ്റ്റ് പോസ്റ്റുകളാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇത്രയും നമ്പർ വേക്കൻസി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് മാസീവ് എന്ന് തന്നെ നമുക്ക് പറയാം. രണ്ടാമത്തത് ഹൈലി കോമ്പറ്റേറ്റീവ്. തീർച്ചയായിട്ടും അറിയാം, വലിയൊരു പൊസിഷനിലേക്ക് നിങ്ങൾ അപ്പിയർ ചെയ്ത് അല്ലെങ്കിൽ വലിയൊരു പോസ്റ്റിന് വേണ്ടിയാണ് അപ്ലൈ ചെയ്യുന്നത്. സോ ഹൈലി കോമ്പറ്റീറ്റീവ് ആണ്, നല്ല രീതിയിലുള്ള കോമ്പറ്റീഷൻ നേരിടുന്നുണ്ട്. ഒരുപാട് ഗ്രാജുവേറ്റ്സ് SSC CGL എന്ന് പറഞ്ഞ് തന്നെ ഓൾ ഇന്ത്യ അവരുടെ +2 കഴിയുമ്പോൾ തന്നെ, അല്ലെങ്കിൽ 10ാം ക്ലാസ് കഴിയുമ്പോൾ അല്ലെങ്കിൽ +2 കഴിയുമ്പോൾ തന്നെ ഗ്രാജുവേറ്റ് കഴിഞ്ഞിട്ട് എനിക്ക് CGL വേണം, എനിക്കൊരു ഇൻസ്പെക്ടർ പോസ്റ്റ് ആവണം എന്നൊക്കെ പറഞ്ഞ് പ്രിപ്പയർ ചെയ്യുന്ന ഒരുപാട് ആസ്പിരൻസ് ഉണ്ട്. അതുകൊണ്ട് ഇറ്റ്സ് ഹൈലി കോമ്പറ്റീറ്റീവ്. തീർച്ചയായിട്ടും 3 ഡ്രീം പൊസിഷൻ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് പേര് ആഗ്രഹിക്കുന്ന, സ്വപ്നം കാണുന്ന ഒരുപാട് പൊസിഷൻസ് ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു എക്സാം കൂടിയാണ്. കാരണം ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ ആവട്ടെ, അല്ലെങ്കിൽ CBI ഇൻസ്പെക്ടർ ആവട്ടെ, NIA ഒരു ഇൻസ്പെക്ടർ ആവട്ടെ, അല്ലെങ്കിൽ അസിസ്റ്റൻറ്റ് ഓഡിറ്റ് ഓഫീസർ, അല്ലെങ്കിൽ ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ, ഇങ്ങനെ വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരുപാട് പോസ്റ്റുകൾ ഇൻക്ലൂഡ് ചെയ്യുന്നൊരു പരീക്ഷയാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് ഡ്രീം ചെയ്ത് ഇതിനു വേണ്ടി കഠിനമായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി റെഡിയാകുന്ന പരീക്ഷയാണ്. അപ്പോൾ മൂന്നാമത്തെ കാര്യമാണ് എന്തുകൊണ്ട് CGL എന്നതിൻ്റെ അടുത്തൊരു ഉത്തരം. ഇനിയും കാരിയർ ബെനിഫിറ്റ്സ്. ഓഫ് കോഴ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു സെൻട്രൽ ഗവൺമെൻറ് ജോബ് ഏൺ ചെയ്യുന്നത് വഴി നിങ്ങളുടെ ലൈഫ് നിങ്ങൾ സെക്യൂർ ആക്കാൻ പോവുകയാണ്. ലൈഫിൽ നിങ്ങൾ ഇനിയുള്ള നിങ്ങളുടെ ഫ്യൂച്ചർ നിങ്ങൾ എങ്ങനെ മുമ്പോട്ട് പോകണം എന്നുള്ളത് വളരെ ക്ലിയർലി ചെറിയൊരു സമയത്ത് നിങ്ങൾ പരിശ്രമിച്ച് അച്ചീവ് ചെയ്ത് ലൈഫ് അങ്ങനെ മാറ്റാൻ പോവുകയാണ്. തീർച്ചയായിട്ടും കരിയർ ബെനിഫിറ്റ്സ് എന്ന് പറയുമ്പോൾ ജോബ് സെക്യൂരിറ്റി ഓഫ് കോഴ്സ് ഉണ്ടാവും, നിങ്ങളൊരു സെൻട്രൽ ഗവൺമെൻറ് ജോബാണ് നേടുന്നത്. അതുപോലെ തന്നെ കണ്ടിന്യൂസ് ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് റെസ്പെക്റ്റ് ഇൻ സെൻട്രൽ ഗവൺമെൻറ് സർവീസസ്. റെസ്പെക്റ്റ്, തീർച്ചയായിട്ടും നിങ്ങളുടെ സൊസൈറ്റിയിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന റെസ്പെക്റ്റ് നിങ്ങൾ എന്തുകൊണ്ട് SSC CGL എക്സാം ക്ലിയർ ചെയ്യണം എന്ന ചോദ്യത്തിൻ്റെ ഉത്തരങ്ങളാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറയുമെങ്കിലും, ഇത്രയും കാര്യങ്ങളാണ് ഞാനിവിടെ പറഞ്ഞതെങ്കിലും CGL എക്സാം ഒരുപാട് പേര് ആഗ്രഹിക്കുന്നതാണ്. വളരെയധികം ആസ്പിരൻസ് ഇതെന്ന് പറഞ്ഞ് വർഷങ്ങൾ, ചിലപ്പോൾ 1 വർഷമോ 2 വർഷമോ അതിൽ കൂടുതലൊക്കെ സ്പെൻഡ് ചെയ്ത് ചിലർ അച്ചീവ് ചെയ്യുകയും ചിലർ അച്ചീവ് ചെയ്യാതെയൊക്കെ പോകാറുണ്ട്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് വളരെ നിസ്സാരമായൊരു പരീക്ഷയായിട്ട് കാണാൻ പറ്റില്ല. വളരെ പ്രോപ്പർലി പഠിക്കുകയും കൃത്യമായ ഗൈഡൻസ് കിട്ടി നിങ്ങൾ മുമ്പോട്ട് പോവുകയും വളരെ ഓർഗനൈസ്ഡ് ആയിട്ട് നിങ്ങൾ മെൻ്റലി സ്ട്രെങ്തോടു കൂടി മുമ്പോട്ട് പോവുകയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു പരീക്ഷ ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിൽ നമ്മൾ അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളെ പറ്റിയും, അതായത് പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യേണ്ടത് മുതൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെല്ലാം തന്നെ ഈ
ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഇനി ഇതിൻ്റെ പരീക്ഷകളെ പറ്റി നമുക്കൊന്ന് നോക്കാം. അപ്പോൾ SSC CGL എക്സാമിൻ്റെ ഒരു സ്ട്രക്ചർ നമുക്ക് നോക്കാം. അതായത് CGL പരീക്ഷ എല്ലാ വർഷവും ഒരു മാർച്ച് ഏപ്രിൽ അല്ലെങ്കിൽ മെയ് ഈ സമയങ്ങളിലായിരിക്കും, മാർച്ച് ഏപ്രിൽ സമയങ്ങളിലായിരിക്കും ഒരുപക്ഷെ നോട്ടിഫിക്കേഷൻ വരുന്നത്. ആ നോട്ടിഫിക്കേഷൻ വന്നാൽ ഒരു 2 months കഴിയുമ്പോഴത്തേന് പരീക്ഷയുടെ, അതായത് ടയർ 1 പരീക്ഷയുടെ 1ാമത്തെ സ്റ്റേജ് പരീക്ഷ വിളിക്കുന്നുണ്ട്. ഇതാണ് ഒരു ഏകദേശ കണക്ക്. അപ്പോൾ ഈ വർഷത്തെ എക്സാം കലണ്ടറും SSC CGL റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതേ ഏകദേശം ഒരു സിമിലർ പീരീഡിൽ തന്നെയാണ് SSC CGL 2026 വിളിക്കാൻ പോകുന്നത്. നമ്മുടെ മുമ്പിൽ ഒരു 3 months അല്ലെങ്കിൽ 4 months മുമ്പിലുണ്ട്. നോട്ടിഫിക്കേഷൻ വരാനായിട്ട് തന്നെ ഒരു 3 മാസം നമ്മുടെ മുമ്പിലുണ്ടെന്ന് നമുക്ക് കരുതുക. അതിനുശേഷം ഒരു 2 മാസം കൂടി, ഒരു 5 മാസം അല്ലെങ്കിൽ ഒരു 5 to 6 months അപ്രോക്സിമേറ്റ്ലി 1ാമത്തെ സ്റ്റേജ് പരീക്ഷ എഴുതാൻ ഇപ്പോൾ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ SSC CGL എക്സാം ഏകദേശം വിളിക്കാനുള്ള സാധ്യതയുള്ളൊരു സമയം ഞാൻ പറഞ്ഞു, മാർച്ച് ഏപ്രിൽ ഈ ഒരു സമയത്തായിരിക്കും മോസ്റ്റ്ലി നോട്ടിഫിക്കേഷൻ വിളിക്കുന്നത്. അല്ലെങ്കിൽ മെയ് മാസത്തിലാവാം, ചിലപ്പോൾ 1-2 മാസം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വേരി ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ CGL എക്സാം 2026 വിളിക്കുകയാണെങ്കിൽ അത് 2 സ്റ്റേജ് പരീക്ഷയായിട്ടായിരിക്കും കണ്ടക്ട് ചെയ്യുന്നത്. അതായത് ടയർ 1 എക്സാമും ഉണ്ട്, ടയർ 2 എക്സാമും ഉണ്ട്. അപ്പോൾ ടയർ 1 എക്സാം എന്ന് പറയുന്നത് ഏകദേശം നമ്മുടെ ഒരു ടൈം ലൈൻ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്കൊരു ജൂൺ ജൂലൈ ഈ സമയത്ത് എക്സ്പെക്ട് ചെയ്യാം. പിന്നീട് ഒരു 2 മാസം കൂടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താൽ മതി, 2 അല്ലെങ്കിൽ 3 മാസം. ചിലപ്പോൾ കുറച്ചുകൂടി നീണ്ടുപോയേക്കും. കാരണം 2025 ലാസ്റ്റ് നടന്നുകൊണ്ടിരിക്കുന്നത് 2025 എക്സാംസ് ഒക്കെ ഡിലേ ആയി, കുറച്ച് മാസങ്ങൾ ഡിലേ ആയി. ഇപ്പോൾ ടയർ 2ൻ്റെ പരീക്ഷ നടക്കുന്നതേ ഉള്ളൂ. അപ്പോൾ അത്തരത്തിൽ ഒരുപക്ഷെ 1-2 മാസം നമുക്ക് കിട്ടിയാൽ അത് നമുക്ക് കിട്ടുന്നൊരു ബോണസ് ആണെന്ന് വേണമെങ്കിൽ ഒരുപക്ഷെ കരുതാം. കാരണം പഠിക്കുന്ന സീരിയസ്ലി പ്രിപ്പയർ ചെയ്യുന്ന ആസ്പിറൻസിന് ഒരു എക്സ്ട്രാ ടൈം കിട്ടുന്നതാണെന്ന് വേണമെങ്കിൽ കരുതാം. അപ്പോൾ നമ്മുടെ മുമ്പിൽ ടയർ 1 ഇനി ഒരു 5 months അല്ലെങ്കിൽ 6 months ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടത്. മാക്സിമം ഒരു 6 മാസം, മാക്സിമം ഒരു 6 മാസമാണ് എക്സ്പെക്ട് ചെയ്യേണ്ടത്. അതിനുശേഷം ഒരു 2 മാസം അല്ലെങ്കിൽ 3 മാസം, ഒരു 9 months വരെ അല്ലെങ്കിൽ മാക്സിമം ഒരു 10 months വരെ ഒരു പക്ഷേ നമുക്ക് നമ്മുടെ മുമ്പിൽ ടയർ 2വിനുള്ളത്. അപ്പോൾ ഈ ഒരു ടൈം പീരീഡിൽ ഏറ്റവും ബെസ്റ്റ് പ്രിപ്പറേഷൻ നടത്തുകയും ഏറ്റവും പ്ലാൻഡ് ആയിട്ട് നിങ്ങൾ മുമ്പോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പരീക്ഷ ഒരുപക്ഷെ ക്ലിയർ ചെയ്യേക്കാം. ഞാനിപ്പോഴും പറയുന്നു, എല്ലാ ആൾക്കാർക്കും ക്ലിയർ ചെയ്യാൻ പറ്റണം എന്നല്ല. വളരെ ഓർഗനൈസ്ഡ് ആയിട്ട് പഠിക്കുകയും വളരെ പ്ലാൻഡ് ആയിട്ട് ഈ പരീക്ഷ അപ്രോച്ച് ചെയ്യുന്നവർക്ക് ഒരുപക്ഷെ ടയർ 1 പരീക്ഷ ക്ലിയർ ചെയ്യുകയും പിന്നീട് ടയർ 2 എക്സാംസ് ക്ലിയർ ചെയ്യുകയും ചെയ്ത് ജോലിയിലേക്ക് കിടക്കാവുന്നേ ഉള്ളൂ. ഇത് നിങ്ങൾ കൃത്യമായിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ മാത്രം. അപ്പോൾ അത്തരത്തിൽ വർക്ക് ചെയ്ത് ഈ വർഷം തന്നെ ഒരു കേന്ദ്ര ഗവൺമെൻറ് ജോലിയായ SSC CGL ഏതെങ്കിലും ഒരു പോസ്റ്റ് ആഗ്രഹിക്കുന്നവർ ഈ ഒരു വീഡിയോ അവസാനം വരെ കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ 2 സ്റ്റേജ് പരീക്ഷയാണ് അല്ലേ, ടയർ 1 ആൻഡ് ടയർ 2 2 സ്റ്റേജാണ്. 1ാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് 100 ചോദ്യങ്ങളാണുള്ളത്, 100 ക്വസ്റ്റ്യൻസ്. ആകെ മൊത്തം 100 ചോദ്യം. ഒരു ചോദ്യത്തിന് 2 മാർക്ക് വെച്ച് 200 മാർക്കുകളാണുള്ളത്. ആ പരീക്ഷ എഴുതാൻ കിട്ടുന്ന സമയം 60 മിനിറ്റ്. 60 മിനിറ്റിലാണ് നിങ്ങൾ 100 ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ ആ ഒരു എക്സാം പാറ്റേൺ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, സമയം വളരെയധികം വില്ലനായി വരാൻ സാധ്യതയുള്ളൊരു പരീക്ഷയാണ്. ടൈം പ്രോപ്പർലി മാനേജ് ചെയ്യാനുള്ള സ്കിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ എക്സാമിൻ്റെയൊക്കെ ഉദ്ദേശം. അല്ലാതെ ഒരുപാട് കണ്ടന്റ് വലിച്ചുവാരി പഠിക്കുന്നതിനേക്കാൾ ഈ ഒരു കൃത്യം സമയം അല്ലെങ്കിൽ 60 മിനിറ്റ് സമയത്തിനുള്ളിൽ 100 ചോദ്യങ്ങളിൽ നിന്ന് മാക്സിമം ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ് പരീക്ഷ ടെസ്റ്റ് ചെയ്യുന്നത്. നിങ്ങളുടെ അത്തരത്തിലൊരു സ്കിൽ, ടൈം മാനേജ്മെൻറ്റ് സ്കിൽ തീർച്ചയായിട്ടും മാർക്ക് ചെയ്യപ്പെടുന്നൊരു പരീക്ഷയാണ് SSCയുടെ CGL. അതുപോലെ ടയർ 2 എന്ന് പറയുന്നത് 2ാമത്തെ സ്റ്റേജിൽ, അടുത്തൊരു സ്റ്റേജിൽ വരുന്ന പരീക്ഷയാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മളിവിടെ ചെക്ക് ചെയ്യുന്നതാണ്. മൊത്തത്തിൽ 390 മാർക്ക് ഔട്ട് ഓഫ് 390 മാർക്സിലാണ് സെക്കൻഡ് സ്റ്റേജിൽ ഔട്ട് വരുന്നത്, നിങ്ങളുടെ മാർക്ക് വരുന്നത്. അതിലെ മാക്സിമം മാർക്കിനെ ബേസ് ചെയ്തിട്ടാണ് നിങ്ങളുടെ ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് വരുന്നത്. ആ ലിസ്റ്റിലെ നിങ്ങളുടെ റാങ്കിൻ്റെ പൊസിഷൻ അനുസരിച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് പോസ്റ്റ് അലോട്ട് ചെയ്യുന്നതും ഫൈനലി നിങ്ങൾക്ക് ജോലി കിട്ടുന്നതും. ഇതൊരു ഓവറോൾ സ്ട്രക്ചറാണ് 2 സ്റ്റേജ് എക്സാം എന്ന് പറഞ്ഞു. ഇനി ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്കൊന്ന് കടന്നാലോ. ആദ്യം ടയർ 1 പരീക്ഷ, 1ാമത്തെ സ്റ്റേജ് പരീക്ഷ. അപ്പോൾ CGL എക്സാമിൽ പ്രിപ്പയർ ചെയ്യുന്നവർ പരീക്ഷയെ പറ്റി കൃത്യമായിട്ട് ധാരണ ഉണ്ടാക്കണം എന്നുള്ളത് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. അതുകൊണ്ടാണ് ആദ്യം ടയർ 1 പരീക്ഷയും ടയർ 2 പരീക്ഷയെ പറ്റി ഒരു ബേസിക് ഐഡിയ കിട്ടുന്നത്. അപ്പോൾ ടയർ 1 പരീക്ഷ എന്ന് പറയുന്നത് 4 സബ്ജക്റ്റുകളാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. SSCയുടെ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ ആൾക്കാരും മെയിനായിട്ട് ഈ 4 സബ്ജക്റ്റുകളാണ്. ഇത് ടയർ 1 വരുമ്പോഴും ടയർ 2 വരുമ്പോഴും 2ാമത്തെ സ്റ്റേജ് വരുമ്പോഴും ഇതേ സബ്ജക്റ്റുകൾ തന്നെ നിങ്ങൾ വളരെ വൃത്തിയായിട്ട് ഏറ്റവും നന്നായിട്ട് പഠിക്കുക എന്നുള്ളത് തന്നെയാണ്. ഇതിനപ്പുറം വലിയ കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് പഠിക്കാനില്ല. അപ്പോൾ ഫസ്റ്റ് സബ്ജക്റ്റ് ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് 25 ചോദ്യങ്ങളായിരിക്കും വരുന്നത്. 100ൽ 25 ചോദ്യം ജനറൽ ഇൻ്റലിജൻസ് റീസണിങ് ആണ്. അത് കഴിഞ്ഞിട്ട് ജനറൽ അവയർനെസ്, GK, ലോകത്തുള്ള എന്ത് കാര്യങ്ങളും ചോദിക്കാം. ഹിസ്റ്ററി, ജോഗ്രഫി, പൊളിറ്റി, എക്കണോമി അല്ലെങ്കിൽ കറണ്ട് അഫയേഴ്സ്, സ്ട്രാറ്റജി, ഇങ്ങനെ എന്ത് വേണമെങ്കിലും ജനറൽ അവയർനെസ് ചോദിക്കാം. അവിടെ നിന്നും 25 ചോദ്യങ്ങൾ തന്നെയായിരിക്കും വരുന്നത്. 3 ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ മാത്തമാറ്റിക്സ്
മാത്തമാറ്റിക്സ്, അരിത്തമാറ്റിക് ഉണ്ട്, അഡ്വാൻസ്ഡ് മാത്സും വരുന്നുണ്ട്. അപ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡും 25 ചോദ്യമാണ് വരുന്നത്. അതിനുശേഷം ഇംഗ്ലീഷ് കോംപ്രിഹെൻഷൻ, അതുപോലെ ഇംഗ്ലീഷ് ഗ്രാമർ ആൻഡ് വൊക്കാബുലറി ബേസ് ചെയ്തിട്ട് 25 ചോദ്യങ്ങൾ. ഇങ്ങനെ ഒരു ചോദ്യത്തിന് 2 മാർക്ക് ആയതുകൊണ്ട് തന്നെ 25 ചോദ്യം വരുമ്പോൾ 50 മാർക്കാണ് നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുള്ള മാക്സിമം മാർക്ക്. അങ്ങനെ 100 ചോദ്യങ്ങൾ 200 മാർക്ക് മാക്സിമം. ഇനിയും ചോദ്യങ്ങൾക്ക് നിങ്ങൾ തെറ്റിക്കുകയാണെങ്കിൽ, ആൻസർ ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ മാർക്ക് പോവില്ല. ഒരു ചോദ്യം തെറ്റിച്ചാൽ അര മാർക്ക്, -0.5 മാർക്സ് നെഗറ്റീവ് മാർക്കും ഇത്തരത്തിലുള്ള ഈ ഒരു റിക്രൂട്ട്മെന്റ് എക്സാമിന് വരുന്നുണ്ട്. നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട് 0.5. ഇതാണ് സ്റ്റേജ് 1 പരീക്ഷയുടെ ഒരു ബേസിക് എക്സാം പാറ്റേൺ. അപ്പോൾ ഇതിൽ മാക്സിമം മാർക്ക് സ്കോർ ചെയ്യുക എന്ന് പറയുന്നതാണ്. നിങ്ങൾ ചിന്തിക്കേണ്ട, ഒരുപക്ഷെ 100ൽ 100ഉം ചെയ്യുക എന്നുള്ളതല്ല ഇതിനകത്ത് മെഷർമെന്റ്. അതായത് 60 മിനിറ്റിൽ മാക്സിമം നമ്പർ ക്വസ്റ്റ്യൻ ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഇതിലെ എല്ലാ ചോദ്യവും ഒരുപക്ഷെ ചെയ്ത് തീർക്കാൻ പറ്റില്ല, കാരണം ടൈം വില്ലനായിട്ട് വരുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. കാരണം 60 മിനിറ്റ് മാത്രമാണ് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ വളരെ പ്ലാൻഡ് ആയിട്ട് പ്രാക്ടീസ് ചെയ്ത് വേണ്ട കണ്ടന്റുകൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുകയും സ്മാർട്ടായിട്ട് നമ്മൾ വർക്ക് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചെറിയ ടൈം പീരീഡിൽ ഈ പരീക്ഷ ഒരുപക്ഷെ ക്ലിയർ ചെയ്യാൻ പറ്റും. അല്ലാതെ ഇപ്പോൾ GK പോലൊരു സബ്ജക്റ്റൊക്കെ വളരെ വാസ്റ്റായിട്ട് കിടക്കുകയാണ്, അതെല്ലാം പഠിച്ച് തീർത്ത് സിലബസ് കംപ്ലീറ്റ് ചെയ്തിട്ടാണ് പഠിക്കാൻ നിൽക്കുന്നതെങ്കിൽ ഒരുപക്ഷെ നിങ്ങളുടെ സ്ട്രാറ്റജി ശരിയല്ലെങ്കിൽ നിങ്ങൾ പരീക്ഷ ക്ലിയർ ചെയ്യാൻ ഒരുപാട് വൈകിയേക്കാം. സോ ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരുടെ സ്ട്രാറ്റജി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചിലരെങ്കിലും ചിലപ്പോൾ ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് കാണുമ്പോൾ എനിക്ക് അറിയാവുന്ന സബ്ജക്റ്റാണ്, വളരെ സിമ്പിളാണ്, എളുപ്പമാണ് എന്ന് ചിന്തിച്ച് പ്രാക്ടീസ് ചെയ്യാതെ പോകും. SSC CGL പരീക്ഷയ്ക്കൊക്കെ പോകുന്ന ആൾക്കാർ പ്രാക്ടീസ് ചെയ്യാതെ പോകും. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ചോദ്യം കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാമെന്ന് തോന്നും, പക്ഷേ 25 ചോദ്യം ഉള്ളതിൽ ഒരു 20 ചോദ്യവും ചിലപ്പോൾ ആവറേജ് ലെവലായിരിക്കും, അല്ലെങ്കിൽ 18 ചോദ്യം, അല്ലെങ്കിൽ 15 ചോദ്യം എളുപ്പമായിരിക്കും, നിങ്ങൾ ചെയ്തേക്കും. അത് കഴിഞ്ഞൊരു 10 ചോദ്യം വരുമ്പം അത് നിങ്ങളുടെ സമയം കളയാൻ വേണ്ടിയുള്ള ചില ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ആ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അതിൻ്റെ പുറകെ നിങ്ങളുടെ സമയം സ്പെൻഡ് ചെയ്ത് നിങ്ങൾ ആ എക്സാമിന് നിങ്ങളുടെ സമയം ബാക്കിയുള്ള എളുപ്പ ചോദ്യത്തിലേക്ക് എത്താതെ നിങ്ങൾ എക്സാം ഡിസ്ക്വാളിഫൈ ചെയ്യും. അതുകൊണ്ട് തന്നെ പരീക്ഷ വളരെ സ്മാർട്ടായിട്ട് അപ്രോച്ച് ചെയ്യേണ്ട പരീക്ഷയാണ്. ന്യൂമറിക്കൽ എബിലിറ്റി കുറച്ചുള്ള ആൾക്കാരെ സംബന്ധിച്ച് കുറച്ചൊക്കെ ചിലർക്ക് ന്യൂമറിക്കൽ എബിലിറ്റി കൂടുതലുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരെ സംബന്ധിച്ച് അവർക്ക് ബെസ്റ്റ് ഓപ്ഷനാണ് SSCയുടെ CGL. കാരണം മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ഉണ്ട്, അതുപോലെ ജനറൽ ഇൻ്റലിജൻസ് ഉണ്ട്. ഇതിനകത്ത് നിന്ന് മാക്സിമം അവർക്ക് സ്കോർ ചെയ്യാം. പിന്നീട് ഇംഗ്ലീഷ് ലാംഗ്വേജും വലിയ മോശമില്ലെങ്കിൽ അതിൻ്റെ അതും സ്കോർ ചെയ്യാം. പിന്നെ ജനറൽ അവയർനെസ് മിനിമം ഏറ്റവും റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെ പഠിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്ന വീണ്ടും ചോദിക്കുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിനെ ഡിപ്പെൻഡ് ചെയ്ത് മാത്രം പഠിക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് ടയർ 1 എക്സാം ക്വാളിഫൈ ചെയ്യാം. അപ്പോൾ ഇതൊരു ഞാനിപ്പോൾ പറഞ്ഞു കഴിഞ്ഞ ഒരു സ്ട്രാറ്റജിയാണ്, ഒരു ബേസിക് സ്ട്രാറ്റജിയാണ്. കാരണം നമ്മുടെ ദിശ അക്കാഡമിയുമായിട്ട് ചേർന്ന് ഒരുപാട് സ്റ്റുഡൻസ് കഴിഞ്ഞ 7ഓളം വർഷങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് സ്റ്റുഡൻസ് SSC CGL പരീക്ഷ എഴുതുകയും അത് ക്ലിയർ ചെയ്യുകയും കറൻ്റ്ലി ജോബ് പൊസിഷനിൽ ഇരിക്കുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ അവരെല്ലാം ഗൈഡ് ചെയ്ത അതേ അനുഭവത്തിൽ തന്നെയാണ് നിങ്ങളോടും പറയുന്നത്. അപ്പോൾ ഈ CGL ടയർ 1ൻ്റെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് ഒരു ബേസിക് ഐഡിയ ആണ് പറഞ്ഞത്. ബേസിക് സ്ട്രാറ്റജി ഞാനിപ്പോൾ പറഞ്ഞു. കീ ടോപ്പിക്സ് ഒന്നും ഞാനിവിടെ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നില്ല, കാരണം റീസണിങ് എന്ന് പറയുമ്പോൾ അനലോഗീസ് ഉണ്ടാവും, കോഡിംഗ് ഡീകോഡിംഗ് ടോപ്പിക് ഉണ്ടാവും, സീരീസ് ഉണ്ടാവും, ബ്ലഡ് റിലേഷൻ ഉണ്ടാവും, ചെറിയ പസിലുകൾ ഉണ്ടാവും. അതുപോലെ ജനറൽ അവയർനെസ് എന്ന് പറയുമ്പോൾ ഹിസ്റ്ററി, ജോഗ്രഫി, പൊളിറ്റി, കറണ്ട് അഫയേഴ്സ്, സയൻസ് ഉൾപ്പെടെ എന്ത് കാര്യങ്ങളും വരാം. പിന്നെ മാത്സിനകത്ത് വരുന്ന നമ്പർ സിസ്റ്റം, ആൾജിബ്ര, ജോമെട്രി, അതുപോലെ അരിത്തമാറ്റിക് പാർട്ടിൽ നിന്നും വരാം. പിന്നീട് ഇംഗ്ലീഷ് വരുമ്പോൾ ഗ്രാമർ വരും, വൊക്കാബുലറി, അതുപോലെ റീഡിംഗ് കോംപ്രിഹെൻഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആ CGLൻ്റെ ഇംഗ്ലീഷുമായിട്ട് ബന്ധപ്പെട്ട് വരും. ഇത് ടയർ 1ൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു സിലബസ് ആണ്. എക്സാമിനെ പറ്റി ജസ്റ്റ് ഒരു അവയർനെസ് ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് ഞാനിത് പറയുന്നത്. ഇനിയും ടയർ 2ൻ്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകാം. ടയർ 2 എക്സാം പാറ്റേൺ. ഇനിയും രണ്ടാമത്തെ സ്റ്റേജ് ടയർ 1 എക്സാമിൻ്റെ ഒരു കട്ട് ഓഫ് മാർക്ക് SSC ഡിസൈഡ് ചെയ്യും. അതായത് കറൻ്റ്ലി ഉള്ള വേക്കൻസി ഇപ്പം SSC CGL 2026 വിളിക്കുമ്പോൾ അപ്രോക്സിമേറ്റ് ഒരു 10,000 വേക്കൻസി ആണെന്ന് കരുതുക. അപ്പോൾ അതിൻ്റെ 8 ഇരട്ടി അല്ലെങ്കിൽ 10 ഇരട്ടി നമ്പർ ആൾക്കാരെ മാത്രമായിരിക്കും അവർക്ക് റിക്രൂട്ട് ചെയ്യുന്നത്. അതായത് സെക്കൻഡ് സ്റ്റേജിലേക്ക് എടുക്കാൻ ഇത്ര ആൾക്കാർ മാത്രം മതി. അപ്പോൾ അത്രയും ആൾക്കാരെ ഫില്ല് ചെയ്യുന്ന തരത്തിലൊരു കട്ട് ഓഫ് മാർക്ക് സെറ്റ് ചെയ്യും. അപ്പോൾ 200ൽ ചിലപ്പം ഒരു പക്ഷേ 120 മാർക്കാണ് കട്ട് ഓഫ് ഡിസൈഡ് ചെയ്തതെന്ന് കരുതുക. അപ്പോൾ 120ന് മുകളിൽ മാർക്കുള്ള ആൾക്കാർക്കെല്ലാം ടയർ 2 പരീക്ഷ എഴുതാം. ഇല്ലാത്ത ആൾക്കാരെല്ലാം ടയർ 1ൽ തന്നെ ഔട്ടാവും. അപ്പോൾ ടയർ 2 എക്സാം വരുമ്പോൾ രണ്ടാമത്തെ സ്റ്റേജ് പരീക്ഷ വരുമ്പോൾ ഇത്രയും ആൾക്കാർക്ക് ടയർ 1 ക്ലിയർ ചെയ്ത ആൾക്കാർക്ക് എല്ലാം എഴുതാം. ഈ ടയർ 2 എക്സാമിൻ്റെ ഫൈനൽ മാർക്കിനെ ബേസ് ചെയ്താണ് നിങ്ങളെ ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് വരാൻ പോകുന്നത്. ക്ലിയർ ആണോ? അപ്പോൾ സ്റ്റേജ് 1 എന്ന് പറയുന്നത് അല്ലെങ്കിൽ ടയർ 1 എന്ന് പറയുന്നത് നിങ്ങളുടെ ക്വാളിഫയർ എക്സാമാണ്. നിങ്ങൾ രണ്ടാമത്തെ സ്റ്റേജിന് വേണ്ടി ക്വാളിഫൈ ചെയ്യാനുള്ള എക്സാമാണ്. ടയർ 2ൻ്റെ മാർക്കിനെ ബേസ് ചെയ്താണ് നിങ്ങളുടെ ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യപ്പെടുന്നത്. ആ മെറിറ്റ് ലിസ്റ്റിലുള്ള നിങ്ങളുടെ റാങ്കിനനുസരിച്ചായിരിക്കും നിങ്ങളുടെ പോസ്റ്റ് അലോക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി SSC CGL ടയർ 2ൻ്റെ പാറ്റേൺ ചോദിച്ചാൽ രണ്ട് പേപ്പറിനെ പറ്റി നമുക്ക് പറയേണ്ടി വരും. അതായത് പേപ്പർ 1 ഉണ്ട്, പേപ്പർ 2 ഉണ്ട്. പേപ്പർ 1 എല്ലാ പോസ്റ്റുകൾക്കും കുറേ അധികം പോസ്റ്റുകൾ ചേർത്തിട്ടാണ് SSC വിളിക്കുന്നത്. ഒരൊറ്റ പോസ്റ്റിന് വേണ്ടിയുള്ള CGL എന്ന് പറയുന്നത് ഒരൊറ്റ പോസ്റ്റിന് വേണ്ടിയുള്ള പരീക്ഷയല്ല. കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവലിൽ വരുന്ന കുറേ അധികം പോസ്റ്റുകൾ, അസിസ്റ്റൻറ്റ് പോസ്റ്റുകളുണ്ട്,
സെക്ഷൻ ഓഫീസർ പോസ്റ്റുകൾ വരുന്നുണ്ട്, അതുപോലെ തന്നെ ഇൻസ്പെക്ടർ പോസ്റ്റുകൾ വരുന്നുണ്ട്. ഇങ്ങനെ പലതരത്തിലുള്ള പല ഡിപ്പാർട്ട്മെന്റ്സിൽ വരുന്ന പല പോസ്റ്റുകൾ വരുന്നുണ്ട്. അപ്പോൾ ആ പോസ്റ്റുകളെല്ലാം കൂടെ ചേർത്തിട്ടാണ്. അപ്പോൾ എല്ലാ പേപ്പേഴ്സിനും എല്ലാ പോസ്റ്റുകൾക്കും കമ്പൽസറി ആയിട്ട് പേപ്പർ 1 എഴുതിയേ പറ്റൂ. ഇനി പേപ്പർ 2 എന്ന് പറയുന്നത് ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ ഗ്രേഡ് 2 മാത്രം വേണ്ടി ഒരു പേപ്പർ 2 വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഈ പോസ്റ്റുകൾ അപ്പിയർ ചെയ്യുന്നവർക്കാണ് പേപ്പർ 2 വരുന്നത്. ഇല്ലാത്തവർക്ക് പേപ്പർ 1 മാത്രമാണ് വരുന്നത്. നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. പേപ്പർ 1ന്റെ കാര്യമാണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള ഈ പേപ്പർ 1 ഈ ഭാഗമാണ് നിങ്ങളുടെ റാങ്ക് ലിസ്റ്റിൽ നിങ്ങളുടെ റാങ്കിനെ നിശ്ചയിക്കുന്നത്. ഇതാണ് രണ്ടാമത്തെ സ്റ്റേജിൽ വരുന്നത്. അതിൽ സെക്ഷൻ 1 മൊഡ്യൂൾ 1 മൊഡ്യൂൾ 2 ഉണ്ട്. അതിൽ മാത്സും റീസണിങ്. ആദ്യം പറയുന്നത് മാത്സിൽ നിന്ന് 30 ചോദ്യങ്ങൾ, 30 ക്വസ്റ്റ്യൻസ് ആണ് മാത്സിൽ നിന്നുള്ളത്. റീസണിങ്ങിൽ നിന്നും എത്ര ചോദ്യങ്ങളുണ്ട്? 30 ചോദ്യങ്ങളാണുള്ളത്. അപ്പോൾ മാത്സും റീസണിങ്ങും കൂടി 60 ചോദ്യങ്ങളാണ് നമുക്ക് വരുന്നത്. 60 ക്വസ്റ്റ്യൻസ് ആണ് ടോട്ടൽ നമുക്ക് വരുന്നത്. ഈ ഒരു ചോദ്യത്തിന് നമുക്ക് വരുന്ന മാർക്ക് എന്ന് പറയുന്നത് ഇൻറ്റു 3 3 മാർക്കാണ് വരുന്നത്. അങ്ങനെ 90 മാർക്കാണ് മാത്സിൽ നിന്ന് വരുന്നത്. അതുപോലെ ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്ങിലും ഒരു ചോദ്യത്തിന് 3 മാർക്കാണ്, 90 മാർക്ക്. അപ്പോൾ ഇത് രണ്ട് സെക്ഷനിൽ നിന്ന് 180 മാർക്ക് വരുന്നു. ഇനി സെക്ഷൻ 2 എന്ന് പറയുന്നത് മൊഡ്യൂൾ 1 ലാംഗ്വേജ് ആൻഡ് കോംപ്രിഹെൻഷൻ 45 ചോദ്യങ്ങളാണ്. അതും ഒരു ചോദ്യത്തിന് 3 മാർക്ക് വെച്ചിട്ടാണ്. അവിടെ 135 മാർക്ക് ഇംഗ്ലീഷിൽ നിന്ന് വരും. ഇംഗ്ലീഷ് 135 ആണ് ഇവിടെ വെയിറ്റേജ് വരുന്നത്. അതുപോലെ ജനറൽ അവയർനെസ്സും ഒരു ചോദ്യത്തിന് 3 മാർക്ക്, അങ്ങനെ 75 മാർക്ക്. ഇതാണ് നമ്മളുടെ റാങ്ക് നിർണ്ണയിക്കുന്ന ഏരിയ എന്ന് പറയുന്നത്. ഇപ്പം പറഞ്ഞു കഴിഞ്ഞാൽ ഈ 4 സെക്ഷൻസ് അല്ലെങ്കിൽ 2 സെക്ഷനകത്തുനിന്നും 4 മൊഡ്യൂൾസ് ഉണ്ടെന്ന് പറയാം. മാത്തമാറ്റിക്കൽ എബിലിറ്റീസ് മാത്സ്, ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്, ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് കോംപ്രിഹെൻഷൻ, ജനറൽ അവയർനെസ്. ഈ 4 സെക്ഷനിൽ നിന്നാണ് നമുക്ക് നമ്മുടെ ഫൈനൽ റാങ്ക് ലിസ്റ്റ് നിശ്ചയിക്കുന്നത്. ഇനിയും ഇത് കഴിഞ്ഞിട്ട് ഒരു കമ്പ്യൂട്ടർ നോളജ് ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട്. കമ്പ്യൂട്ടർ നോളജ് അത് 20 ചോദ്യങ്ങളാണ് കമ്പ്യൂട്ടർ നോളജ് എന്ന് വരുന്നത്. 60 മാർക്കാണ് വരുന്നത്. ഒരു 12 ക്വസ്റ്റ്യൻസ് കറക്റ്റ് ചെയ്യുന്ന ആൾക്കാർ ഇത് ക്വാളിഫൈ ആവും. അതായത് ക്വാളിഫയിങ് ഇൻ നേച്ചറാണ്. മിനിമം മാർക്ക് മേടിച്ചാലേ നിങ്ങൾ ഈ ടയർ 2 പാസ്സായി എന്ന് കൺസിഡർ ചെയ്യുള്ളൂ. മിനിമം ഒരു 20ൽ ഒരു 12 ക്വസ്റ്റ്യൻസ് ആയിരിക്കും അപ്രോക്സിമേറ്റ്ലി നിങ്ങൾക്ക് ക്വാളിഫൈ ആവാൻ വേണ്ടത്. അപ്പം ഇത് ക്വാളിഫയിങ് ഇൻ നേച്ചറാണ്. ഇതിൻ്റെ മാർക്ക് നിങ്ങളുടെ ഫൈനൽ റാങ്ക് ലിസ്റ്റിൽ വരില്ല. 12ന് മുകളിൽ അല്ലെങ്കിൽ ക്വാളിഫയിങ് മാർക്കിന് മുകളിൽ നിങ്ങൾ എത്ര മാർക്ക് മേടിച്ചാലും അത് നിങ്ങളുടെ ഫൈനൽ റാങ്ക് ലിസ്റ്റിൽ നിങ്ങളുടെ റാങ്കിൽ പ്രതിഫലിക്കില്ല. അതുപോലെ മറ്റൊരു കാര്യം കൂടെ ഡാറ്റ എൻട്രി സ്പീഡ് ടെസ്റ്റ് ഉണ്ട്. ഡാറ്റ എൻട്രി നമ്മുടെ ടൈപ്പിംഗ് ടെസ്റ്റ് ഇതിനകത്ത് വരുന്നുണ്ട്. അതും നിങ്ങൾ ക്വാളിഫയിങ് നേച്ചറാണ്. ജസ്റ്റ് നിങ്ങൾ ക്വാളിഫൈ ചെയ്യണം എന്നുള്ള നിർബന്ധമുണ്ട്. 15 മിനിറ്റിൽ നിങ്ങൾ 100 വേർഡ്സ് ടൈപ്പ് ചെയ്യുകയും നിങ്ങളിത് ക്വാളിഫൈ ചെയ്യുകയും വേണം. ടൈപ്പിംഗ് ടെസ്റ്റിന് വേണ്ടി നിങ്ങൾ പ്രിപ്പയർ ചെയ്യുകയും വേണം. ഒരുപക്ഷെ ടയർ 1 ക്ലിയർ ചെയ്തതിന് ശേഷമായിരിക്കും ടയർ 2 വേണ്ടി ടൈപ്പിംഗ് സ്കില്ല് പ്രാക്ടീസ് ചെയ്യാം. അത് പ്രാക്ടീസ് ചെയ്ത് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു സ്കില്ല് തന്നെയാണ്. തീർച്ചയായിട്ടും ടൈപ്പിങ്ങിന് പഠിക്കേണ്ട അതായത് രീതികളുണ്ട്. അത്തരത്തിൽ ക്വാളിഫയേഴ്സ് ആണ് ഈ 2 സ്റ്റേജും, കമ്പ്യൂട്ടർ നോളജ് ടെസ്റ്റും ഡാറ്റ എൻട്രി സ്പീഡ് ടെസ്റ്റ്, ഈ 2 കാര്യങ്ങളും വരുന്നത്. പക്ഷേ നിങ്ങളുടെ ഫൈനൽ റാങ്ക് ലിസ്റ്റ് ഡിസൈഡ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു ഇവിടെ ഇത്രയും പാർട്ടിലാണെന്ന്. അതായത് നമുക്ക് ടോട്ടൽ മാർക്സ് ഒന്ന് നോക്കാം. നമുക്ക് മാത്സ് 23% ഔട്ട് ഓഫ് ദിസ് 23% വെയിറ്റേജ് മാത്സിനും 23% റീസണിങ്ങിനും വെയിറ്റേജ് ഉണ്ട്. അതുപോലെ തന്നെ ഇംഗ്ലീഷാണ് 35% വെയിറ്റേജ്, 135 മാർക്ക് ഉണ്ട്. ഇനി GK 19% വരുന്നുണ്ട്. ഇതെല്ലാം കൂടെ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ 90 180, ഇവിടെ 180 മാർക്ക് വരുന്നു. 135 75 വരുമ്പോൾ 210, 210 വരുന്നു. അങ്ങനെ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര വരും? 390. ഔട്ട് ഓഫ് 390 ആണ് നിങ്ങളുടെ ഫൈനൽ റാങ്ക് ലിസ്റ്റ് ഡിസൈഡ് ചെയ്യപ്പെടുന്നത്. ഇതിലെ മാർക്കിനെ ബേസ് ചെയ്താണ് നിങ്ങളുടെ ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് വരുന്നത്. ഈ ടയർ 2 ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് വന്നതിന് ശേഷം നിങ്ങൾക്ക് പോസ്റ്റ് പ്രിഫറൻസ് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. അതായത് നിങ്ങൾക്ക് ഹയർ മാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പ്രിഫർ ചെയ്യുന്ന ആദ്യത്തെ പോസ്റ്റ് തന്നെ കിട്ടും. കാരണം നിങ്ങൾക്ക് അറിയാം ഇതിനകത്ത് പല പേ സ്കെയിലിൽ വരുന്ന ഹയർ സാലറി വരുന്നതും അതിന് താഴെ സാലറി വരുന്നതുമായിട്ടുള്ള പല പോസ്റ്റുകൾ SSC CGL ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു സെക്കൻഡ് സ്റ്റേജ് പരീക്ഷയിൽ നിങ്ങൾ മേടിക്കുന്ന മാർക്ക് നിങ്ങളുടെ പോസ്റ്റിനെ ഡിസൈഡ് ചെയ്യും. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന പോസ്റ്റ് നിങ്ങൾക്ക് കിട്ടുമോ ഇല്ലയോ എന്ന് ഡിസൈഡ് ചെയ്യുന്നത് ഇതിൽ നിങ്ങൾ എത്രമാത്രം കൂടുതൽ മാർക്ക് മേടിക്കുന്നു എന്നുള്ളതാണ്. സോ മാക്സിമം മാർക്ക് സെക്കൻഡ് സ്റ്റേജിൽ മേടിക്കുക എന്നുള്ളത് ഏറ്റവും ഹയസ്റ്റ് പോസ്റ്റ്, ഏറ്റവും നല്ല പോസ്റ്റ് ആഗ്രഹിക്കുന്ന ആളുകളെ സംബന്ധിച്ച് ക്രൂഷ്യലാണ്. അതല്ലാതെ ജസ്റ്റ് ഒരു കട്ട് ഓഫ് മാർക്ക് കടക്കുക എന്നുള്ളതല്ല ഇവിടുത്തെ ഒരു ഉദ്ദേശം. ഓക്കെ, ഇങ്ങനെ രണ്ടാമത്തെ സ്റ്റേജ് പരീക്ഷ കഴിഞ്ഞു, പോസ്റ്റ് പ്രിഫറൻസ് കഴിഞ്ഞു. നിങ്ങൾക്ക് ഫൈനൽ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ വരുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ലിസ്റ്റിൽ ഫൈനൽ ലിസ്റ്റിൽ നിങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പോസ്റ്റ് ഉൾപ്പെടെ ആയിരിക്കും നിങ്ങളുടെ ഫൈനൽ ലിസ്റ്റ് വരുന്നത്. പിന്നീട് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ കഴിഞ്ഞ് ഡയറക്റ്റ്ലി നിങ്ങൾ SSC CGL ക്ലിയർ ചെയ്ത ഒരു ഉദ്യോഗസ്ഥനായിട്ട് ജോലിയിൽ എൻ്റർ ചെയ്യുന്നതായിരിക്കും. ഇതാണ് നമ്മളുടെ ടയർ 2ൻ്റെയും വരുന്ന എക്സാം പാറ്റേൺ. ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് കരുതുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി കാണും SSC CGL എക്സാം ക്ലിയർ ചെയ്യാൻ മെയിൻലി 4 സബ്ജക്ട്സ് ആണ്: മാത്സ്, റീസണിങ്, ജനറൽ അവയർനെസ്, ഇംഗ്ലീഷ്.
കേൾക്കുമ്പോൾ ചിലപ്പോൾ വിചാരിക്കും നിസ്സാരമാണ്, വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് ചിലപ്പോൾ ചിന്തിക്കാം. പക്ഷെ അങ്ങനെയല്ല. വളരെയധികം കോമ്പറ്റീഷൻ നേരിടുന്നതുകൊണ്ട് തന്നെ ഓരോ സബ്ജക്റ്റും വളരെയധികം മനസ്സിലാക്കി ബേസിക് കൺസെപ്റ്റ്സ് മുതൽ നന്നായി പഠിച്ച് മാക്സിമം പ്രാക്ടീസ് ചെയ്ത് മിനിമം ടൈമിൽ ചോദ്യം ചെയ്യാനുള്ളൊരു എബിലിറ്റി ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഈ പരീക്ഷയെ സംബന്ധിച്ച് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള കാര്യമാണ്. അത്തരത്തിൽ നമുക്കിതിൻ്റെ ഒന്നാമത്തെ ഇൻ ടു ദ സബ്ജക്ട്സ് നമുക്ക് പോവാം. ഒന്ന് റീസണിങ് സബ്ജക്റ്റ്. ഓരോ സബ്ജക്റ്റിനെ പറ്റിയും നമ്മൾ ഉള്ളിലേക്ക് വരുമ്പോൾ റീസണിങ് 4 സബ്ജക്റ്റുകളെ പറ്റിയും ജസ്റ്റ് നിങ്ങളോട് ഒരു ഇൻട്രൊഡക്ഷൻ പറയാൻ വേണ്ടി മാത്രമാണ് ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ CGL പ്രിപ്പയർ ചെയ്യുന്നവർ റീസണിങ് എന്ന് പറയുമ്പോൾ പലപ്പോഴും വിചാരിക്കുക എളുപ്പമുള്ള സബ്ജക്ട്സ് അല്ലേ, അല്ലെങ്കിൽ ബ്ലഡ് റിലേഷൻ എനിക്കറിയാം, അല്ലെങ്കിൽ കോഡിങ് ഡീകോഡിങ് ഞാൻ കോഡിംഗ് ഒക്കെ കണ്ടുപിടിക്കും, എന്നെ കൊണ്ടത് പറ്റുന്നത്, അല്ലെങ്കിൽ സീരീസ്. പക്ഷേ ഏറ്റവും കൂടുതൽ ആളുകളെ ഒരുപക്ഷെ കുഴപ്പിക്കുന്ന സബ്ജക്റ്റാണ് റീസണിങ്. കാരണം ഇതിനകത്ത് ഒരുപാട് കാണാതെ പഠിക്കാനോ പുതിയ കൺസെപ്റ്റുകൾ ഒരുപാട് പഠിക്കാനോ ഒന്നുമില്ല. പക്ഷേ പ്രാക്ടീസ് വളരെയധികം ആവശ്യമുള്ളൊരു പരീക്ഷയാണ്, അല്ലെങ്കിൽ ടോപ്പ് സബ്ജക്റ്റാണ് റീസണിങ് എന്ന് പറയുന്നത്. അതിൻ്റെ കാരണം പറയാം. പലപ്പോഴും റീസണിങ് എല്ലാവർക്കും എളുപ്പമായിരിക്കും. ബ്ലഡ് റിലേഷൻ ആയാലും, അല്ലെങ്കിൽ പസിലായാലും, കോഡിംഗ് ഡീകോഡിംഗ് ആയാലും, ഡയറക്ഷൻ ആയാലും, ഇത്തരത്തിലുള്ളതൊക്കെ എല്ലാവർക്കും എളുപ്പമായിരിക്കും. അതുകൊണ്ട് പലരും ഇതിന് റീസണിങ് പഠിക്കാൻ വേണ്ടി ടൈം കൊടുക്കത്തില്ല. അങ്ങനെ കൊടുത്തില്ല എങ്കിലുള്ള പ്രശ്നം ഞാൻ നേരത്തെ പറഞ്ഞു. റീസണിങ് 25 ചോദ്യമായിരിക്കും സ്റ്റേജ് 1 വരുന്നത്. അതിൽ 15 ചോദ്യം ആവറേജ് ലെവൽ എല്ലാവർക്കും ഒക്കെ ചെയ്യാൻ പറ്റും. പിന്നീടുള്ള 10 ക്വസ്റ്റ്യൻസ്, ഈ 10 ക്വസ്റ്റ്യൻ ചിലപ്പം ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള കുറച്ച് സമയം കളയുന്നതാണ്. അതായത് ആദ്യമായിട്ട് നിങ്ങൾ എക്സാം ഹാളിൽ വെച്ചാണ് കാണുന്നതെങ്കിൽ നിങ്ങളുടെ സമയം ഒരുപക്ഷെ നഷ്ടപ്പെട്ടേക്കാം. ടൈം നിങ്ങളുടെ കളയുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കും. അത് നേരത്തെ പഠിച്ച്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള 10 ക്വസ്റ്റ്യൻസ് നിങ്ങളെ നേരത്തെ കണ്ട് അത് പ്രാക്ടീസ് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ആ 10 ക്വസ്റ്റ്യനും കൂടി വീണ്ടും ചെയ്യാൻ പറ്റും. ഇല്ലാത്തവർ ഈ 10 ക്വസ്റ്റ്യൻ ചെയ്യാൻ വളരെയധികം സമയമെടുക്കും. ആ സമയം നിങ്ങളുടെ ബാക്കിയുള്ള സെക്ഷൻ അറ്റൻഡ് ചെയ്യാനുള്ള സമയത്തെ ബാധിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ റീസണിങ് ശ്രദ്ധിക്കേണ്ട ഒരു ഏരിയയാണ്. റീസണിങ്ങിൽ വേണ്ടത് അധികം കൺസെപ്റ്റുകൾ പഠിക്കുകയല്ല, മാക്സിമം പ്രാക്ടീസ്. സെക്ഷണൽ വൈസ് സെക്ഷൻസ് ആയിട്ട് എടുത്ത് നിങ്ങൾക്ക് ടോപ്പിക് വൈസ് ആയിട്ട് എക്സാംസ് ഒക്കെ എഴുതാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത്തരത്തിലുള്ള മാക്സിമം സെക്ഷൻ വൈസ് ടെസ്റ്റുകൾ നിങ്ങൾ റീസണിങ്ങിൽ നിന്ന് എടുക്കണമെന്ന് ആദ്യം തന്നെ പറയുന്നു. 2, ജനറൽ അവെയർനെസ്, GK. കടൽ പോലെ കിടക്കുകയാണ്. സിലബസ് നോക്കുകയാണെങ്കിൽ കടൽ പോലെ കിടക്കുകയാണ്. എന്തൊക്കെ പഠിക്കണം? ലോകത്തുള്ള എല്ലാം പഠിക്കണം എന്ന് വേണമെങ്കിൽ പറയാം. ലോകത്തുള്ള എല്ലാം പഠിക്കണം, ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും പഠിക്കണം. ഹിസ്റ്ററി പഠിക്കണം, ജോഗ്രഫി പഠിക്കണം, അല്ലെങ്കിൽ പൊളിറ്റി പഠിക്കണം, എക്കണോമി പഠിക്കണം, അല്ലെങ്കിൽ കറണ്ട് അഫയേഴ്സ് പഠിക്കണം, സയൻസ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഇതൊക്കെ പഠിക്കണം, എൻവയോൺമെൻറ്റൽ സയൻസ് എല്ലാം പഠിക്കണം. കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ട് ചോദിക്കാം. അങ്ങനെ എന്തും ചോദിക്കാം. എത്ര പഠിച്ചാലും സ്റ്റേജ് 1 ആണെങ്കിൽ 25 മാർക്ക് മാത്രമേ നിങ്ങൾക്ക് കിട്ടൂ. അപ്പോൾ അതൊരു ഒരു സ്ട്രാറ്റജി വെച്ച് പഠിച്ചില്ലെങ്കിൽ ഒരുപക്ഷെ റീസണിങ് 25 ഔട്ട് ഓഫ് 25, 25 ചോദ്യം ചിലപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയേക്കും. പക്ഷേ ജനറൽ അവെയർനെസ് കടൽ പോലെ കിടക്കുന്നതുകൊണ്ട് തന്നെ, മാത്രമല്ല കറണ്ട് അഫയേഴ്സ് എപ്പോഴും അപ്ഡേറ്റ് ചെയ്ത് ഓരോ ദിവസവും പുതിയ ഇൻഫോർമേഷൻസ്, കറണ്ട് റിലേറ്റഡ് ഫാക്ട്സ് ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ഈ 25 മേടിക്കുക എന്ന് പറയുന്നത് വളരെ ടഫ്. ഇതിലൊരു 18 മാർക്കൊക്കെ മേടിക്കുക എന്ന് പറയുന്നത് തന്നെ ചിലപ്പോൾ ഒരുപക്ഷെ വലിയ കാര്യമായിരിക്കും. അപ്പോൾ ഓരോ സെക്ഷൻസിലും നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ, അല്ലെങ്കിൽ ഒരു മാർക്കിനെ പറ്റി നമ്മളൊരു ധാരണ ഉണ്ടാക്കണം. ഇത് എത്ര തലകുത്തി നിന്നാലും ചിലപ്പോൾ 25 മാർക്കിലേക്ക് എത്തിക്കാൻ പറ്റില്ല. പക്ഷേ റീസണിങ് 25ലേക്ക് നമുക്ക് മാർക്ക് എത്തിക്കാൻ പറ്റും. അതുകൊണ്ട് പ്ലാൻ ചെയ്ത് പഠിക്കണം. പക്ഷേ എത്ര പഠിച്ചാലും സ്കോർ ചെയ്യാൻ പറ്റില്ല എന്ന് വെച്ച് 0 മാർക്ക് ജനറൽ അവെയർനെസ് സ്കോർ ചെയ്യുന്നത് ശരിയായ സ്ട്രാറ്റജി അല്ല. കാരണം നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ അനാലിസിസും മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും പഠിച്ചാൽ തന്നെ ഒരു 10+ മാർക്സ് നമുക്ക് ഒരുപക്ഷെ സ്കോർ ചെയ്യാൻ പറ്റിയേക്കും. അത്തരത്തിൽ ഇവിടെയും മിനിമം നമ്മൾ സ്കോർ ചെയ്യണം. അത് സ്ട്രാറ്റജി വെച്ചിട്ട് തന്നെ ആയിരിക്കണം പഠിക്കണം എന്ന് പറയാൻ വേണ്ടിയിട്ട്, അല്ലാതെ ജനറൽ അവെയർനെസ് ആരും പഠിക്കരുതെന്ന് പറയാനല്ല. ജനറൽ അവെയർനെസ് തീർച്ചയായിട്ടും നിങ്ങളുടെ റാങ്ക് ഡിസൈഡിങ് ആയിട്ടുള്ള ഫാക്ടറാണ്. പക്ഷേ അതിനെ അപ്രോച്ച് ചെയ്യേണ്ട വഴിയാണ് ഞാനിവിടെ പറഞ്ഞത്. ജനറൽ അവെയർനെസ് 25 മേടിക്കില്ല, അല്ലെങ്കിൽ മേടിക്കരുതെന്നല്ല. കാരണം ഇപ്പോഴത്തെ ലാസ്റ്റ് ഇയർ നടന്ന CGL നമ്മൾ അനാലിസിസ് നോക്കിയാൽ ഒരു 8 ചോദ്യം മുതൽ 10 ചോദ്യം വരെയൊക്കെ ഒരുപക്ഷെ കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ട് ചോദിക്കാം. കറണ്ട് റിലേറ്റഡ് ആയിട്ട് 8 to 10 ഇത്തരത്തിലുള്ള ജനറൽ അവെയർനെസ്സിൽ നിന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ കറണ്ട് അഫയേഴ്സിൽ നിന്ന് ഒരു 3-4 മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റിയാൽ തന്നെ ബെറ്റർ ആയിരിക്കും. ബാക്കി സ്റ്റാറ്റിക് പോർഷനിൽ നിന്നെല്ലാം നമുക്ക് മാർക്ക് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഒരു സ്ട്രാറ്റജി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ജനറൽ അവെയർനെസ് പഠിക്കുന്ന ആളുകളെ സംബന്ധിച്ച്. 3, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്. മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ അരിത്തമാറ്റിക്കും അഡ്വാൻസ്ഡ് മാത്സും വരുന്ന ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ന്യൂമറിക്കൽ എബിലിറ്റി ഉള്ള ആൾക്കാർ, അതായത് പ്രോബ്ലം സോൾവിങ് സ്കില്ല്, അതൊരു സ്കില്ലാണ്, അല്ലെങ്കിൽ അത് ചെയ്തുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സ്കില്ല് തന്നെയാണ് തീർച്ചയായിട്ടും. അപ്പോൾ അത്തരത്തിൽ നമ്പേഴ്സുമായിട്ട് കുറേയും കൂടെ ഈസ് ഉള്ള ആൾക്കാർ, നമ്പേഴ്സ് കുറച്ചുകൂടെ എളുപ്പമുള്ള ആൾക്കാരെ സംബന്ധിച്ച് ഈ മാത്സ് പഠിക്കുക എന്ന് പറയുന്നത് വളരെ സിമ്പിൾ. അല്ലാത്ത ആൾക്കാർ എഫേർട്ട് ഇട്ട് വർക്ക് ചെയ്ത് തന്നെ ഈ ഒരു സബ്ജക്റ്റ് ക്ലിയർ ആക്കേണ്ടതാണ്. കാരണം ഇതും അപ്രോക്സിമേറ്റ്ലി 25-ന്റെ അടുത്ത് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ തന്നെയാണ്. ബുദ്ധിമുട്ടുള്ളവർ കുറച്ചധികം എഫേർട്ട് ഇട്ട് ഈ ഒരു മാത്തമാറ്റിക്സ് സെക്ഷനിൽ നിന്ന് മാക്സിമം സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയിലേക്ക് ഒരു 22+ ഒക്കെ എന്തായാലും സ്കോർ ചെയ്യേണ്ട സബ്ജക്റ്റ് തന്നെയാണ് നമുക്ക് മാത്തമാറ്റിക്സ്. ഞാൻ അത്രയും ക്വസ്റ്റ്യൻസ്, ഞാൻ മാർക്കിൻ്റെ കാര്യമല്ല, അത്രയും ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യാനെങ്കിലും നമുക്ക് പറ്റണം.
കറക്റ്റായിട്ട്. അപ്പോൾ അതിൽ ഒരുപാട് ഡിഫിക്കൽട്ട് ടോപ്പിക്സ് ഉണ്ട്. അഡ്വാൻസ്ഡ് മാത്സ് വരുന്നുണ്ട്, അരിത്തമാറ്റിക് വരുന്നുണ്ട്, ഇങ്ങനെ 2 പാർട്ട് വരുന്നുണ്ട്. എങ്ങനെ ആയാലും നിങ്ങളുടെ ബേസിക്സ് ഫ്രം ബേസ് പഠിച്ചു തുടങ്ങേണ്ട സബ്ജക്റ്റാണ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്. നിങ്ങൾ മാത്തമാറ്റിക്സ് എന്ന് വിചാരിക്കുമ്പോൾ ഒരുപക്ഷെ വിചാരിക്കും അഡ്വാൻസ്ഡ് വലിയ മാത്തമാറ്റിക്കൽ പ്രോബ്ലംസ് ഒക്കെ ആയിരിക്കും വരുന്നത്. ഒന്നുമല്ല, മാത്തമാറ്റിക്സ് സിമ്പിൾ ആണെന്ന് തന്നെ പറയാം. അതായത് നിങ്ങൾ 10ാം ക്ലാസ് വരെ പഠിച്ച ബേസിക് കാൽക്കുലേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്, അല്ലാതെ ഇൻ്റഗ്രേഷനോ ഡിഫറൻസിയേഷനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അല്ല പഠിക്കുന്നത്. ബേസിക് മാത്തമാറ്റിക്സ് തന്നെയാണ്. അത് എത്രയും പെട്ടെന്ന് നമ്മുടെ ലോജിക് യൂസ് ചെയ്തിട്ട് ചെയ്യാനുള്ള ന്യൂമറിക്കൽ പ്രോബ്ലംസ് ഒക്കെ ആയിരിക്കും വരുന്നത്. നമ്മുടെ ലോജിക് യൂസ് ചെയ്തിട്ട് ഇത് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ വരുന്ന ടാസ്ക്. ഇനി 3, ഇംഗ്ലീഷ് എക്സലൻസ്. ഇംഗ്ലീഷ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻറ്റ് സബ്ജക്റ്റാണ് CGL സംബന്ധിച്ച്. കാരണം നേരത്തെ നിങ്ങൾ കണ്ടു 135 മാർക്ക്, 135 മാർക്സ് എന്ന് പറയുന്ന വലിയൊരു ഏരിയ ടയർ 2-ൽ ഇംഗ്ലീഷാണ്. അപ്പോൾ ഇംഗ്ലീഷ് സ്ട്രോങ് ആവുക എന്ന് പറയുന്നതിൽ യാതൊരു കോംപ്രമൈസും ഇല്ല. നിങ്ങളുടെ മാർക്ക് ഡിസൈഡ് ചെയ്യുന്ന വെരി ഡിസൈഡിങ് ഫാക്ടേഴ്സിലൊന്നാണ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് മോശമായാൽ പറ്റില്ല. വൊക്കാബുലറി, ഗ്രാമർ എല്ലാം നമ്മൾ ക്ലിയർ ചെയ്യണം. ചിലപ്പം ചില സ്റ്റുഡൻസ് പലപ്പോഴും പഠിച്ചു കഴിഞ്ഞാൽ അവർ +2 വരെ പഠിച്ചു കഴിഞ്ഞിട്ട് അവരുടെ ബേസ് വളരെ സ്ട്രോങ് ആയിരിക്കും. അവർ നല്ല രീതിയിൽ ഇംഗ്ലീഷിൻ്റെ ഒരു ബേസും മാത്തമാറ്റിക്സ് ഒക്കെ ബേസ് സ്ട്രോങ് ആയി, അല്ലെങ്കിൽ ഇതുവരെ പഠിച്ച സബ്ജക്ട്സ് ഒക്കെ ബേസ് ക്ലിയർ ആയിട്ടുള്ള ആൾക്കാർക്ക് ഈ പരീക്ഷ കുറേ കൂടി ഈസി ആണെന്ന് പറയാം. നിങ്ങൾക്കൊരു ബ്രഷപ്പ് ചെയ്ത് ഫൈനലി എക്സാമിൻ്റെ പ്രാക്ടീസിലേക്ക് മാത്രം കടന്നാൽ മതി. അതില്ലാത്തവരാണ് ഓരോ സബ്ജക്റ്റും ഇരുന്ന് പഠിച്ച് ഡീറ്റെയിൽ GK എന്തായാലും ഓഫ് കോഴ്സ് പഠിക്കേണ്ട ആവശ്യമുണ്ട്. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, ഇംഗ്ലീഷ്, റീസണിങ് ഇതെല്ലാം വീണ്ടും ഒന്നുകൂടെ പഠിച്ച് വീണ്ടും പ്രാക്ടീസ് ചെയ്ത് ഒരുപാട് സമയം എടുക്കുന്നത്. നിങ്ങൾക്കൊരു ബേസ് സെറ്റ് ആണെങ്കിൽ നിങ്ങളുടെ പാത്ത് കുറേ കൂടെ ഓപ്പൺ ആണ്, കുറേ കൂടി ഈസി ആണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ നിങ്ങൾ ഇത്രയും നാൾ സ്കൂളിൽ പഠിച്ച കൺവെൻഷണൽ മെത്തേഡ്സ് യൂസ് ചെയ്ത് പഠിച്ചാൽ ചിലപ്പോൾ ഒരുപക്ഷെ മാത്സ് ഉൾപ്പെടെയുള്ള സബ്ജക്റ്റ് സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ട്രഡീഷണൽ മെത്തേഡിൽ നിന്ന് മാറി പെട്ടെന്ന് സോൾവ് ചെയ്യാൻ പറ്റുന്ന, ഇൻസ്റ്റന്റ് സോൾവ് ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളും നമ്മൾ വെച്ചിട്ടായിരിക്കും ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ഉൾപ്പെടെയുള്ള സബ്ജക്ട്സ് നന്നായിട്ട് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇംഗ്ലീഷിനെ സംബന്ധിച്ച് അതിനകത്ത് വൊക്കാബുലറി പാർട്ട് ഉണ്ട്. അതൊരു ലോങ് ടേം കാണാതെ പഠിച്ചൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നതാണ്. വൊക്കാബുലറി, വേർഡ് മീനിങ്സ്, വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻസ്, ഫ്രേസസ് തുടങ്ങി കുറേ കാര്യങ്ങൾ വൊക്കാബുലറിയിൽ വരുന്നുണ്ട്. പിന്നീട് ഗ്രാമർ ബേസ് ചെയ്തിട്ടുള്ള സെൻറ്റൻസ് ഇംപ്രൂവ്മെൻറ്റ്, എറർ കറക്ഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഗ്രാമർ ബേസ് ചെയ്തും വരുന്നുണ്ട്. ഇതാണ് നമ്മളുടെ ടയർ 1-ന്റെ ബേസിക് സിലബസ് അല്ലെങ്കിൽ സബ്ജക്റ്റുകളും നമുക്ക് പഠിക്കേണ്ട ഒരു ഏരിയയും. ഓരോ സബ്ജക്റ്റിനെയും ഞാൻ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തിയെന്നുള്ളൂ. ഇനി നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം, SSC CGL പ്രിപ്പറേഷൻ നിങ്ങൾ സീരിയസ്ലി, വളരെ സീരിയസ് ആയിട്ട് 2026 CGL എക്സാം ക്ലിയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പോകേണ്ട ഒരു പാത്ത് പറയാം. അതിനുശേഷം അതിനുള്ള വഴിയും നിങ്ങളുടെ മുമ്പിലേക്ക് പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും ഒന്ന്, അണ്ടർസ്റ്റാൻഡ് ദ ബ്ലൂ പ്രിൻറ്റ്. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, നിങ്ങൾ ഫ്രഷ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ആളാണെങ്കിൽ അണ്ടർസ്റ്റാൻഡ് ദ ബ്ലൂ പ്രിൻറ്റ്. അതിൻ്റെ ഒരു ആദ്യത്തെ കടമ്പ എന്ന രീതിയിലാണ് ഞാനിപ്പോൾ നിങ്ങളെ സിലബസ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്, അല്ലെങ്കിൽ എക്സാമിൻ്റെ ഒരു കോർ തിങ് എന്താണെന്ന് നിങ്ങളെ മനസ്സിലാക്കാൻ ഞാൻ ഹെൽപ്പ് ചെയ്തത്. ഒന്ന്, ആ ബ്ലൂ പ്രിൻറ്റ് മനസ്സിലാക്കുക. അതായത് പരീക്ഷയിൽ സബ്ജക്റ്റ് ഇതാണ്, അതിനുള്ളിൽ നമ്മൾ പഠിക്കേണ്ടത് എന്താണ്, എന്തിനാണ് വെയിറ്റേജ് കൊടുക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റാണ്. സ്റ്റഡി ദ എക്സാം പാറ്റേൺ ആൻഡ് സിലബസ് തറോലി എന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശം സിലബസ് 4 സബ്ജക്റ്റാണ്, ഈ ഒരു ടോപ്പിക്ക് ഇത്ര മാർക്കുണ്ട് എന്ന് മനസ്സിലാക്കലല്ല. ഞാനിപ്പോൾ ഓരോ സബ്ജക്റ്റിൻ്റെ പ്രത്യേകത പറഞ്ഞു. എന്തിനാണ് റീസണിങ് ഇട്ടിരിക്കുന്നത്, എന്താണ് മാത്സിൽ നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്ന ചലഞ്ച്, എന്തായിരിക്കും ഇംഗ്ലീഷിലെ ചലഞ്ച്, എന്തായിരിക്കും നിങ്ങളുടെ GKയിലെ ചലഞ്ച്. അപ്പോൾ ആ ചലഞ്ചിനെ ഓവർകം ചെയ്യുന്ന തരത്തിലേക്ക് നിങ്ങൾ സിലബസിനെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കുക. ടു എലിമിനേറ്റ് ഗസ് വർക്ക് ആൻഡ് ഫോക്കസ് ഫോർ യുവർ എഫേർട്ട് സ്ട്രാറ്റജിക്കലി. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പറഞ്ഞ കാര്യങ്ങളെ മനസ്സിലാക്കി തന്നെ നിങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ നിങ്ങൾ പ്രോപ്പർലി എക്സാമിനെ പറ്റിയുള്ള ധാരണ ഉണ്ടാക്കുക. അതായത് അണ്ടർസ്റ്റാൻഡ് ദ ബ്ലൂ പ്രിൻ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതാണ്. 2, ബിൽഡ് സ്ട്രോങ് ഫൗണ്ടേഷൻ. ഈ ഒരു കാര്യം വളരെ ക്രൂഷ്യലാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും പരീക്ഷയുടെ അവസാനത്തെ സമയം എത്തുമ്പം കുറച്ച് ചോദ്യങ്ങൾ കണ്ട് ആ ചോദ്യങ്ങൾ മാത്രം പ്രിപ്പയർ ചെയ്യാനുള്ള വഴി മനസ്സിലാക്കി പ്രിപ്പയർ ചെയ്യും, പക്ഷേ ക്ലിയർ ചെയ്യാൻ പോകുന്നില്ല ഒരു പക്ഷേ. കാരണം നിങ്ങൾ ഇപ്പം എക്സാമ്പിൾ പറഞ്ഞാൽ മാത്സ് ഒരു സബ്ജക്റ്റ്, ആ സബ്ജക്റ്റ് ഫ്രം ബേസ് ഓരോ ടോപ്പിക്കുകളും എടുത്ത് അതിൻ്റെ ഫൗണ്ടേഷൻ, അതിൻ്റെ കൺസെപ്റ്റുകൾ, അതിൽ വരുന്ന ഷോർട്ട് കട്ടുകൾ, അതിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യണം, ഫ്രം ബേസ് തന്നെ ഓരോ സബ്ജക്റ്റുകളും പഠിക്കണം. ഫൗണ്ടേഷൻ സ്ട്രോങ് ആക്കണം തീർച്ചയായിട്ടും. മാസ്റ്റർ ഫൗണ്ടേഷൻ, ഫണ്ടമെൻ്റൽ കൺസെപ്റ്റ്സ് ഇൻ മാത്സ്, ഇംഗ്ലീഷ്, ഗ്രാമർ ബിഫോർ അഡ്വാൻസിങ് ടു കോംപ്ലക്സ് ടോപ്പിക്സ്. പ്രത്യേകിച്ചും അത് പറയുന്നത് മാത്സും ഇംഗ്ലീഷ് ഗ്രാമറിൻ്റെ കാര്യമാണ്. ബാക്കിയുള്ളത് നിങ്ങൾ ഫൗണ്ടേഷൻസിൽ വലിയ കാര്യം വരത്തില്ല. ഒരു പക്ഷേ റീസണിങ് ഫൗണ്ടേഷനിലൊന്നും വലിയ കാര്യമില്ല, അല്ലെങ്കിൽ GKയും ഫൗണ്ടേഷനിലൊന്നും കാര്യമില്ല. കാരണം കുറേ കാര്യങ്ങൾ മഗ്ഗപ്പ് ചെയ്യായിരിക്കും. പക്ഷേ മാത്തമാറ്റിക്സും ഇംഗ്ലീഷും നിങ്ങളെ സംബന്ധിച്ച് ആ ഫൗണ്ടേഷൻ സ്ട്രോങ് ആയിട്ട് ബിൽഡ് ചെയ്ത് ടോപ്പിക്കുകൾ ഓരോന്നും കൺസെപ്റ്റ് ഓറിയൻറ്റഡ്, എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് പഠിച്ച് വെച്ചതിന് ശേഷം പ്രാക്ടീസിലേക്ക് പോവുക. അതായിരിക്കും ശരി. അല്ലാതെ ജസ്റ്റ് ആദ്യം തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ കണ്ട് ഇതെങ്ങനെ സോൾവ് ചെയ്യാമെന്ന് ചിന്തിച്ച് അതിൻ്റെ ഒരു മെത്തേഡ് പഠിച്ച് അങ്ങനെയല്ല, ഫ്രം ബേസ് പഠിക്കുന്നതായിരിക്കും ബെറ്റർ, ഏറ്റവും ബെറ്റർ എന്ന് പറയുന്ന ഒന്ന്. ഇനി 3,
ഇത് ഇങ്ങനെ നിങ്ങൾ ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്തു, ശരി. അതിനുശേഷം കറണ്ട് അഫയേഴ്സ്, ഇപ്പോഴത്തെ എക്സാമിൻ്റെ ഒരു കോണ്ടെക്സ്റ്റിൽ കറണ്ട് അഫയേഴ്സ് വളരെ ക്രൂഷ്യലാണ്. ഞാൻ നേരത്തെ പറഞ്ഞു 25 മാർക്കുള്ള ജനറൽ അവയർനെസ് ഒരുപക്ഷെ 10 ചോദ്യം വരെയൊക്കെ കറണ്ട് അഫയർ വയ്ക്കും. 10 മുതൽ 12 ചോദ്യം വരെ ചോദിച്ച സെക്ഷൻസ് ഉണ്ട്. ലാസ്റ്റ് ഇയർ കറണ്ട് അഫയേഴ്സിന് അത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കറണ്ട് അഫയേഴ്സ് വളരെ ക്രൂഷ്യലാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് പലതരത്തിൽ നിങ്ങളുടെ കറണ്ട് അഫയർ ഇമ്പ്രൂവ് ചെയ്യാം. നിങ്ങൾക്ക് ഒരു വർഷത്തെ കമ്പൈലേഷൻ PDF പഠിക്കാം, അതൊരു ഓപ്ഷനാണ്. പിന്നെ കണ്ടിന്യൂസ്ലി എപ്പോഴും ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടിന്യൂസ്ലി പേപ്പർ വായിച്ച് നിങ്ങളുടെ കറണ്ട് അഫയർ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുക. അതിൻ്റെ കൂടെ എക്സാം വരുന്നതനുസരിച്ചിട്ട് നിങ്ങൾ കമ്പൈലേഷൻസ് കൂടെ പഠിക്കുക. ഡെയിലി പേപ്പർ വായിക്കൽ തുടങ്ങിയ ശീലങ്ങൾ നിങ്ങൾക്കുള്ളത് നല്ലതായിരിക്കും. ഇനി ഒരുപക്ഷെ പേപ്പർ വായിക്കാൻ പറ്റില്ലെങ്കിൽ പല ആപ്ലിക്കേഷൻസ് ഉണ്ട്, ആപ്പുകളുണ്ട്. നിങ്ങളുടെ ഫോണിൽ തന്നെ നിങ്ങൾ ട്രാവൽ ചെയ്യുന്ന സമയത്തോ യാത്ര ചെയ്യുമ്പോഴോ എപ്പോഴും നിങ്ങളുടെ ഫ്രീ ടൈമിലൊക്കെ വായിക്കാൻ പറ്റുന്ന ആപ്പുകളുണ്ട്. അത്തരത്തിലുള്ള ആപ്പുകൾ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ കറണ്ട് അഫയേഴ്സ് വായിച്ച് റെഗുലർലി അതിനെപ്പറ്റി ഒരു അവയർനെസ് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കുന്നത് തീർച്ചയായിട്ടും നല്ലതാണ്. രണ്ടാമത്തെ കാര്യം. ഇനി 3, പ്രാക്ടീസ് എക്സ്റ്റെൻസീവ്ലി. അതായത് നിങ്ങൾ ഫൗണ്ടേഷൻ സ്ട്രോങ് ആയിട്ടുണ്ടെങ്കിൽ പ്രാക്ടീസ് എക്സ്റ്റെൻസീവ്ലി, സോൾവ് പ്രീവിയസ് ഇയർ പേപ്പേഴ്സ് ആൻഡ് മോക്ക് ടെസ്റ്റ് റെഗുലർലി ടു ഇംപ്രൂവ് സ്പീഡ് ആൻഡ് ആക്യുറസി. ഞാൻ ആദ്യം പറഞ്ഞ് സ്പീഡ് ആൻഡ് ആക്യുറസിയാണ് നമ്മുടെ പരീക്ഷയുടെ കീ ഹൈലൈറ്റ്. സ്പീഡ് ആൻഡ് ആക്യുറസി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയാണ് ഇത്രയും കണ്ടന്റ് പഠിക്കുന്ന പോലും. ഇത്രയും കണ്ടന്റ് വെറുതെ പഠിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആ കണ്ടന്റ് യൂസ് ചെയ്ത് നിങ്ങളുടെ സ്പീഡ് ആക്യുറസി ഏറ്റവും ഇംപ്രൂവ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് എക്സാം ക്ലിയർ ചെയ്യാനുള്ള സാധ്യത കാണുന്നുള്ളൂ. സോ രണ്ടാമത്തെ സ്റ്റേജ്, ഫൗണ്ടേഷൻ സ്ട്രോങ് ആണെങ്കിൽ പ്രാക്ടീസ് എക്സ്റ്റെൻസീവ്ലി. മാക്സിമം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മോക്ക് ടെസ്റ്റുകൾ എഴുതുക. ഈ മോക്ക് ടെസ്റ്റ് ഒക്കെ എഴുതണം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എഴുതണം എന്ന് പറയുന്നത് നിങ്ങളുടെ സ്പീഡ് ഇംപ്രൂവ് ചെയ്യാനും നിങ്ങൾക്ക് എക്സാം എഴുതുന്നത് എങ്ങനെയാണെന്ന് പ്ലാൻ ചെയ്യുന്നതും ഹെൽപ്പ് ചെയ്യാനാണ്. നെക്സ്റ്റ്, അനലൈസ് പെർഫോമൻസ്. ഇനിയും ഈ പരീക്ഷ എഴുതുക, മോക്ക് ടെസ്റ്റ് എഴുതുക എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം കാര്യമില്ല. പരീക്ഷ എഴുതുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ അനലൈസ് ചെയ്യാൻ പറ്റും. നിങ്ങളൊരു എക്സാം എഴുതിയപ്പം 60 മാർക്കേ ഉള്ളൂ. ഏത് സെക്ഷനിൽ നിന്നാണ് നിങ്ങൾക്ക് മാർക്ക് പോയത്? നിങ്ങളൊരു 5 പരീക്ഷകൾ എഴുതി. ഈ 5 പരീക്ഷയിൽ നിങ്ങൾക്ക് മാത്തമാറ്റിക്സിൻ്റെ ചില ടോപ്പിക്കിൽ നിന്നാണ് മാർക്ക് പോയത്. ആ ടോപ്പിക്ക് സ്കെച്ച് ചെയ്യുക, കുറച്ച് ദിവസങ്ങൾ അതിനുവേണ്ടി മാറ്റി വെക്കുക. അത് ഇമ്പ്രൂവ് ചെയ്യുന്നത് വരെ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ടാർഗറ്റ് ചെയ്യുക. അങ്ങനെ മാത്രമേ നമുക്ക് സ്കോർ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. സോ പെർഫോമൻസ് അനലൈസ് ചെയ്യുക. ഇത് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ എങ്ങോട്ടാണ് ഗ്രോ ചെയ്യുന്നത്, നിങ്ങൾ എന്ത് പഠിക്കാൻ ബാക്കിയുണ്ടെന്നൊന്നും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. ലാസ്റ്റ് വൺ ആൻഡ് വെരി ഇമ്പോർട്ടൻറ്റ്, മെയിൻറ്റെയിൻ റിവിഷൻ സർക്കിൾ. കാരണം ചിലപ്പോൾ നമ്മളൊരു 6 മാസം എടുത്തിട്ടായിരിക്കും, ഒരു 5 മാസം എടുത്തിട്ടായിരിക്കും ഇപ്പോൾ ഇന്ന് പഠിക്കുന്നത് നമ്മൾ 5 മാസത്തിന് ശേഷമുള്ള ഒരു എക്സാമിനായിരിക്കും നിങ്ങൾ കാണുന്നത്. കാരണം നിങ്ങൾ CGL ഈ വർഷത്തേന് പ്രിപ്പയർ ചെയ്ത് ഇന്ന് മുതൽ പഠിച്ചു തുടങ്ങി. ഇന്ന് നിങ്ങൾ GK ഒരു ടോപ്പിക്ക് പഠിച്ചു. ആ ടോപ്പിക്കിൻ്റെ ക്വസ്റ്റ്യൻ നിങ്ങൾ എക്സാമിൻ്റെ അന്ന് കാണുമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 6 മാസത്തിന് ശേഷമായിരിക്കും. അത്രയും കൂടുതൽ കാര്യം പഠിക്കാനുണ്ട്. അപ്പോൾ അന്ന് കാണുന്നത് ആ ചോദ്യം, ഇന്ന് പഠിച്ച ചോദ്യം കണ്ടാൽ നിങ്ങൾ ഇതിനിടയ്ക്ക് റിവൈസ് ചെയ്തിട്ടില്ലേ നിങ്ങൾക്ക് തന്നെ സംശയം തോന്നും, ഇത് ഞാൻ പഠിച്ചോ, ഇതെനിക്ക് ഓർമ്മയുണ്ട്, ഇതാണോ അതാണോ, നിങ്ങളുടെ ടൈം കളയാൻ സാധിക്കും. സോ റിവൈസ് ചെയ്യുക. എല്ലാ സബ്ജക്റ്റുകളും പ്രോപ്പർ ഇൻ്റർവ്യൂവിൽ വെച്ച് റിവൈസ് ചെയ്യുക എന്ന് പറയുന്നത് നിങ്ങളുടെ സക്സസ്സിലേക്ക് നിങ്ങളെ അച്ചീവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന അടുത്ത ഒരു സാധനം തന്നെയാണ്. അപ്പോൾ ഈ തരത്തിൽ നിങ്ങളുടെ ഈ പ്രൂവൺ സ്ട്രാറ്റജി യൂസ് ചെയ്ത് നിങ്ങൾ CGL 2026 പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പരീക്ഷ ക്ലിയർ ചെയ്യാൻ സാധിക്കുന്നതേ ഉള്ളൂ. നെക്സ്റ്റ് നമുക്ക് ടൈം മാനേജ്മെൻറ്റ് ആൻഡ് സ്റ്റഡി പ്ലാനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ആദ്യം തന്നെ പറയാനുള്ളത് ഡെയിലി ഡെഡിക്കേഷൻ. നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ ലൈഫിൻ്റെ ഒരു 3 hours അല്ലെങ്കിൽ 2 hours നിങ്ങൾ ഇതിനു വേണ്ടി ആദ്യം മാറ്റി വെക്കുക. നിങ്ങൾ എന്ത് ആക്ടിവിറ്റി ചെയ്യുന്നവരാവട്ടെ, ഫ്രം ദ ഫസ്റ്റ് ഡേ, ഇന്ന് മുതൽ തന്നെ നിങ്ങളുടെ ലൈഫിലെ ഒരു 2 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂർ CGLന് വേണ്ടി തന്നെ നിങ്ങൾ മാറ്റി വെക്കാനായിട്ട് ശ്രമിക്കുക. ഇനിഷ്യലി ഫ്രം ദ ഫസ്റ്റ് ഡേ അങ്ങനെ മാറ്റി വെച്ച് ഓരോ ദിവസവും നിങ്ങൾ പ്രിപ്പറേഷനിൽ എന്തെങ്കിലും കാര്യങ്ങൾ പഠിച്ച് കണ്ടിന്യൂസ്ലി പയ്യെ നിങ്ങൾ അതിൻ്റെ സമയം കൂട്ടി പരീക്ഷ എത്തുമ്പോഴത്തേനും ഒരു 8-10 മണിക്കൂറൊക്കെ പഠിക്കുന്ന തരത്തിലേക്ക് നിങ്ങൾ ഇൻക്രീസ് ചെയ്തിരിക്കണം. തീർച്ചയായിട്ടും CGL പോലുള്ള പരീക്ഷ വളരെ നിസ്സാരമായിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റുന്ന പരീക്ഷ അല്ലാത്തതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു പ്രോപ്പർ പ്ലാൻ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വിജയിക്കാൻ ഒരു പക്ഷേ പറ്റില്ല. കാരണം പല ആൾക്കാരും ഒരു ദിവസം പഠിക്കും, അടുത്ത ദിവസം പഠിക്കില്ല, ഒരു ദിവസം പഠിക്കും, അടുത്ത ദിവസം പഠിക്കില്ല. അങ്ങനെയല്ല വേണ്ടത്. കണ്ടിന്യൂസ്ലി എല്ലാ ദിവസവും നിങ്ങൾ അറ്റ്ലീസ്റ്റ് യു വിൽ ഷോ അപ്പ് എന്ന് നിങ്ങൾ ചിന്തിക്കണം. നിങ്ങൾ എന്തെങ്കിലും പഠിക്കാനായിട്ട് അല്ലെങ്കിൽ കുറച്ച് സമയം 2 മണിക്കൂർ ഞാൻ ഇതിനു വേണ്ടി തന്നെ സ്പെൻഡ് ചെയ്യും, ഇത്തരത്തിലൊരു ചിന്തയുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ദിവസവും കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കാൻ പറ്റും. സോ ഫസ്റ്റ് തിങ്, അലോക്കേറ്റ് 2 to 3 hours ഡെയിലി ഫ്രം ഇനിഷ്യൽ ഡേ, ഒന്നാമത്തെ ദിവസം മുതൽ. പിന്നീട് അത് പയ്യെ കൂട്ടുക അക്കോർഡിംഗ് ടു യുവർ സ്റ്റഡി. നിങ്ങൾ സ്റ്റഡി മുന്നോട്ട് പോകുന്നതനുസരിച്ച് പയ്യെ കൂട്ടുക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലെങ്കിൽ ഇത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇതിനകത്ത് നിലനിൽക്കാൻ ഒരു പക്ഷേ പറ്റില്ല. കാരണം നിങ്ങളൊന്ന് തീരുമാനിക്കുക, എല്ലാ ദിവസവും ഇത്ര മണി മുതൽ ഇത്ര മണി വരെ നിങ്ങൾ CGLന് വേണ്ടിയാണ് മാറ്റി വെക്കുന്നത്.
അറ്റ്ലീസ്റ്റ് നിങ്ങൾ പല വർക്ക് ചെയ്യുന്ന ആൾക്കാരാവാം, മറ്റു പല ആക്ടിവിറ്റീസിൽ നിൽക്കുന്ന ആൾക്കാരാവാം, അങ്ങനെയുള്ളവരാണെങ്കിൽ പോലും അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഇത്രയും സമയം സ്പെൻഡ് ചെയ്യുമെന്ന് ഉറപ്പിക്കുക. നിങ്ങളുടെ ബാക്കി എല്ലാ വർക്കും കഴിഞ്ഞിട്ട് ഈ ഒരു സമയം അങ്ങനെ പോയി കുറച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ കണ്ടന്റ് ഒക്കെ ഇമ്പ്രൂവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഓട്ടോമാറ്റിക്കലി കുറച്ചുകൂടി കൂട്ടണം, കുറച്ചുകൂടി ടൈം കൂട്ടണം എന്ന് നിങ്ങൾക്ക് തോന്നും. അങ്ങനെ നിങ്ങൾ വിൽ ഇംപ്രൂവ്. 2, ബാലൻസ്ഡ് കവറേജ്. ഒരുപാട് പേര് ചെയ്യുന്ന മിസ്റ്റേക്കാണ് ഏതെങ്കിലും ഒരു സബ്ജക്റ്റ്. ഇപ്പം മാത്സ് പഠിക്കുന്ന ആൾക്കാർ എല്ലാ ദിവസവും മാത്സ് തന്നെ പഠിച്ചുകൊണ്ടിരിക്കും. മാത്സ് ഒരു ദിവസം ഫുള്ള് മാത്സ് പഠിച്ചു, അടുത്ത ദിവസം വീണ്ടും മാത്സ്, ഒരു 5-6 ടോപ്പിക്ക് ഒരു ആഴ്ച മൊത്തം മാത്സ് പഠിച്ചു. അപ്പോഴേക്കും നിങ്ങൾ ബാക്കിയുള്ള ഇംഗ്ലീഷോ റീസണിങ്ങോ ജിക്കോ ഇതൊന്നും ടച്ച് ഇല്ലാതെ മാത്സ് മാത്രം ഇമ്പ്രൂവ് ചെയ്തു. പിന്നെ ഈ 2 ആഴ്ച കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങൾ റീസണിങ്ങിലേക്കും ഇംഗ്ലീഷിലേക്കും വരുന്നത്. പിന്നെ 2 ആഴ്ച ഇംഗ്ലീഷ്. ഇങ്ങനെ ചെയ്യുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രോപ്പർലി ഓരോ സബ്ജക്റ്റും ബാലൻസ് ചെയ്യാൻ പറ്റില്ല. കാരണം ഈ പരീക്ഷയ്ക്ക് 4 സബ്ജക്റ്റും ബാലൻസ് ചെയ്ത് പഠിക്കണം. അപ്പം മാത്സ് നിങ്ങൾ ഒരു ദിവസം സപ്പോസ് 4 മണിക്കൂർ പഠിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഓരോ മണിക്കൂർ വെച്ച് ഓരോ സബ്ജക്റ്റിന് വേണ്ടി നിങ്ങൾ മാറ്റി വെച്ചു. മാത്സ് 1 മണിക്കൂർ, റീസണിങ് 1 മണിക്കൂർ, GK ഇംഗ്ലീഷ് 1 മണിക്കൂർ മാറ്റി വെച്ചു. 1 മണിക്കൂർ കഴിയുമ്പോൾ മാത്സിൻ്റെ ടെക്സ്റ്റ് നിങ്ങൾ ക്ലോസ് ചെയ്യുക, അതിൻ്റെ ക്ലാസ് നിങ്ങൾ മാറ്റി വെച്ച് അടുത്ത കാര്യം പഠിക്കാൻ തുടങ്ങുക. ഇത്തരത്തിൽ ബാലൻസ് ചെയ്തില്ല എങ്കിൽ എക്സാം ആസ് എ ഹോൾ നിങ്ങൾക്ക് അതൊരു ഫെയിലിയർ ആക്കിയായിരിക്കും കൊണ്ടുതരുന്നത്. സോ ബാലൻസിങ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു സബ്ജക്റ്റ് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാതെ എല്ലാ സബ്ജക്റ്റിലും ഈക്വലി ടൈം ഡിവൈഡ് ചെയ്ത് മുമ്പോട്ട് പോവുക. നെക്സ്റ്റ്, പ്രോഗ്രസീവ് ടെസ്റ്റിംഗ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളൊരു സബ്ജക്റ്റ് പഠിച്ചു എന്ന് പറയുന്നതിനേക്കാളും അത് പഠിച്ചത് റീകോൾ ചെയ്യുമ്പോഴാണ് നമ്മുടെ മെമ്മറി അത് ഏറ്റവും ക്ലിയർലി അത് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. പിന്നീട് നിങ്ങൾ എക്സാമിന് അത് കാണുമ്പോൾ നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. കാരണം എന്താ, നിങ്ങൾ റിവൈസ് ചെയ്യുമ്പോൾ ഒരു സബ്ജക്റ്റ് പഠിക്കുന്നത് വീണ്ടും റീകോൾ ചെയ്തില്ലെങ്കിൽ കാരണം നമ്മൾ പഠിക്കുന്ന കാര്യം നമ്മുടെ മെമ്മറിയിൽ ഇരിക്കണം എന്നില്ല. കാരണം 6 മാസത്തിന് ശേഷമായിരിക്കും പരീക്ഷ വരുന്നത്. അന്നേരം നമ്മുടെ മെമ്മറിയിൽ കറക്റ്റായിട്ട് വരണം. അന്നേരം സംശയം ഉണ്ടാവാൻ പാടില്ല, ഇതാണോ അതാണോ സംശയം ഉണ്ടാവാൻ പാടില്ല. അതിനുവേണ്ടി ഒരിക്കൽ പഠിച്ച കാര്യം ഒരു ഇൻ്റർവെൽ വെച്ചിട്ട് റിപ്പീറ്റ് ചെയ്ത് റിവൈസ് ചെയ്യുക. അങ്ങനെ റിവൈസ് ചെയ്താൽ നിങ്ങളുടെ മെമ്മറിയിൽ അത് ക്ലിയർ ആയിട്ടിരിക്കാൻ സാധിക്കും. അതാണ് പ്രോഗ്രസീവ് ടെസ്റ്റിംഗ് കൊണ്ട് മെയിൻലി ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ആദ്യമൊക്കെ നിങ്ങൾ ടെസ്റ്റുകൾ എഴുതുമ്പോൾ മെയിൻ ഫുൾ മോക്കുകളൊക്കെ എഴുതുമ്പം മന്ത്ലി എഴുതിയാലും പിന്നീട് 1-2 ആഴ്ച കഴിയുമ്പോൾ അത് വീക്ക്ലി ടെസ്റ്റിലേക്ക് വരികയും പിന്നീട് ഇൻ ദ എൻഡ് നിങ്ങൾ എല്ലാ ദിവസവും 1 അതിൽ കൂടുതലോ ടെസ്റ്റ് എഴുതുന്ന തരത്തിലേക്ക് മുമ്പോട്ട് പോകണം. ടെസ്റ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നീട് എക്സാം സിമുലേഷൻ, അതായത് ഒറിജിനൽ എക്സാമിൻ്റെ അതേ മാതൃകയിലുള്ള മോക്ക് ടെസ്റ്റ് പ്ലാറ്റ്ഫോംസിൽ തന്നെ റെഗുലറായിട്ട് എഴുതുക. അത് അവസാനത്തെ റൗണ്ടുകളിലേക്ക് പറയേണ്ടതാണെങ്കിൽ പോലും ആ ഒരു കംപ്ലീറ്റ് അവയർനെസ് കിട്ടുമ്പോൾ നിങ്ങളോട് ഡിസ്കസ് ചെയ്തത് മാത്രം. ഇത് മോക്ക് ടെസ്റ്റുകളും അതിൻ്റെ പ്രാക്ടീസും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ഇനിഷ്യൽ സ്റ്റേജിൽ നിങ്ങളുടെ ഫൗണ്ടേഷൻ ബിൽഡിംഗ് ആണ് ഏറ്റവും ക്രൂഷ്യലായിട്ട് വരുന്നത്. ഇനി ഗൈഡൻസ് ആൻഡ് സപ്പോർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഇത്തരത്തിലൊരു പരീക്ഷ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊരു പരീക്ഷയാണെന്ന് പറഞ്ഞു. ആ പരീക്ഷ ഏറ്റവും എക്സ്പേർട്ടുകളിൽ നിന്ന് തന്നെ പഠിക്കുക. അതാണ് ഇതിനകത്ത് നിങ്ങളോട് ഞാൻ പറയാനുള്ളത്. ഞാൻ എന്തുകൊണ്ട് ആധികാരികമായിട്ട് നിങ്ങളോട് പറയുന്നതെന്ന് ചോദിച്ചാൽ SSC CGL ദിശ അക്കാഡമിയുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ 7 വർഷത്തിൽ കൂടുതലായി ഒരുപാട് സ്റ്റുഡൻസിനെ ഗൈഡ് ചെയ്യുകയും അവർക്ക് എക്സാംസ് ക്ലിയർ ചെയ്ത് അവർ കറൻ്റ്ലി സെൻട്രൽ ഗവൺമെൻറ് ജോബ്സിൽ ഇരിക്കാനും ഹെൽപ്പ് ചെയ്യാനും ഒക്കെയുള്ള എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നാണ് നിങ്ങളോട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നത്. സോ നിങ്ങളോട് ഇത്തരത്തിൽ ഞാനൊരു കാര്യം പറയുമ്പോൾ അതിന് വിത്ത് പ്രൂഫാണ് പറയുന്നത്. ഒരുപാട് പേര് ദിശ അക്കാഡമിയുമായിട്ട് ബന്ധപ്പെട്ട് പഠിച്ച് റിസൾട്ട് ഉണ്ടാക്കി. അപ്പോൾ നിങ്ങൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒന്നുകിൽ നിങ്ങൾക്ക് ദിശ അക്കാഡമിയോട് പഠിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ മറ്റേതെങ്കിലും ഒരു പ്ലാറ്റ്ഫോമാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ പോലും നിങ്ങൾ ഏറ്റവും കൂടുതൽ അതിനെപ്പറ്റി പഠനം നടത്തിയിട്ട് മാത്രമേ ചെയ്യാവൂ. കാരണം ഇതിനകത്തൊരു എക്സ്പേർട്ട് ഗൈഡൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അങ്ങനെയുള്ള ഒരാൾ കൃത്യമായിട്ട് ഗൈഡ് ചെയ്താൽ നിങ്ങൾക്ക് മിനിമം ടൈമിൽ ക്ലിയർ ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ കിട്ടുന്ന ഗൈഡൻസ് കറക്റ്റ് അല്ല, എന്തൊക്കെയോ കണ്ടന്റ് പഠിച്ചു, ഇങ്ങനെയാണോ അങ്ങനെയാണോ എന്നൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ആ ടൈം ആയിരിക്കും നിങ്ങൾ വേസ്റ്റ് ചെയ്യുന്നത്. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഗൈഡൻസ് ആൻഡ് സപ്പോർട്ട്. ഒരുപക്ഷെ എക്സാം ക്ലിയർ ചെയ്താൽ നിങ്ങളുടെ ഒരു സുഹൃത്തിന് നിങ്ങളെ ഗൈഡ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു എൽഡർ ബ്രദറിന് ആ എക്സാം ക്ലിയർ ചെയ്തിട്ടാണെങ്കിൽ അയാൾക്ക് നിങ്ങളെ ഗൈഡ് ചെയ്യാൻ പറ്റും. അതൊക്കെ നിങ്ങൾക്ക് വാങ്ങാവുന്ന ഗൈഡൻസ് ആണ്. അല്ലെങ്കിൽ മറ്റ് തെറ്റായ ഗൈഡൻസ് നിങ്ങൾ എടുക്കുന്നത്, അതായത് SSC പഠിക്കേണ്ട മാതൃക ഇങ്ങനെയാണ്, അല്ലാതെ പബ്ലിക് സർവീസ് കമ്മീഷൻ കേരള PSCയുടെ പരീക്ഷകളുണ്ട്, അത് പഠിക്കേണ്ട മാതൃകയിൽ ഇത് പഠിച്ചാൽ നിങ്ങൾക്ക് കിട്ടില്ല. അപ്പോൾ അവിടെ കിട്ടേണ്ട വേറെ ഗൈഡൻസ് ആണ്, ഇവിടെ കിട്ടേണ്ട വേറെ ഗൈഡൻസ് ആണ്. സോ അത് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് മാത്രം നിങ്ങൾ പ്രിപ്പയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇനിയും നിങ്ങൾക്ക് എങ്ങനെയൊക്കെ പഠിക്കാം എന്നുള്ളൊരു കാര്യം, എങ്ങനെയൊക്കെയാണ് പ്രിപ്പയർ ചെയ്യാൻ ഉള്ള ഓപ്ഷൻസ്. ഒരുപാട് രീതിയിൽ പ്രിപ്പയർ ചെയ്യാം. അതായത് നിങ്ങൾ SSCയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ അപ്ഡേറ്റ്സും ചെക്ക് ചെയ്യേണ്ടത് SSCയുടെ ഒഫീഷ്യൽ പോർട്ടലിൽ മാത്രമാണ്. ഒന്ന് SSC.gov.in, ഇതല്ല, ഇത് ഓൾഡ് വെബ്സൈറ്റ് ആണ്. SSC.gov.in എന്ന് പറയുന്ന വെബ്സൈറ്റിലായിരിക്കും എക്സാമുമായിട്ട് ബന്ധപ്പെട്ട നോട്ടീസുകൾ അപ്ഡേറ്റുകളെല്ലാം പബ്ലിഷ് ചെയ്യുന്നത്. അവിടെ മാത്രം നോക്കി നിങ്ങൾ ഒരു ഇൻഫോർമേഷൻ കാണുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ മനസ്സിലാക്കുക. 2 ടെക്സ്റ്റ് ബുക്കുകൾ കുറേ ടെക്സ്റ്റ് ബുക്കുകൾ നിങ്ങൾ റിലേ ചെയ്യേണ്ടി വരും. അത് ഇനിഷ്യൽ സ്റ്റേജിൽ ടെക്സ്റ്റ് ബുക്കുകൾ ഒരുപക്ഷെ റിലേ ചെയ്യേണ്ടി വരത്തില്ല. നിങ്ങളുടെ ഫൗണ്ടേഷൻ സെറ്റ് ആയതിനു ശേഷം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിനെ ഡിപ്പെൻഡ് ചെയ്യാനായിരിക്കും മാക്സിമം പഴയ
ഇതുവരെ ചോദിച്ച ചോദ്യങ്ങൾ കാണാനായിരിക്കും നിങ്ങൾ ടെക്സ്റ്റ് ബുക്കുകളെ കൂടുതലായിട്ട് ഡിപ്പെൻഡ് ചെയ്യേണ്ടത്. മൂന്നാമത്തത് നിങ്ങൾക്ക് ഓൺലൈൻ പ്ലാറ്റ്ഫോംസിൻ്റെ കാര്യം. ദിശ അക്കാഡമി നിങ്ങൾക്ക് ഓൺലൈൻ പ്ലാറ്റ്ഫോം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓൺലൈൻ കോഴ്സുകളായിട്ട് ആ ഒരു കോഴ്സ് നിങ്ങൾക്ക് തൊട്ട് ഈ ഒരു സ്ലൈഡിന് ശേഷം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓൺലൈൻ പ്ലാറ്റ്ഫോം യൂസ് ചെയ്ത് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാം. ഓൺലൈനായിട്ട് ക്ലാസ്സസ് കാണാം. അതുപോലെ തന്നെ നിങ്ങൾ ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാവും. അല്ലെങ്കിൽ ഓൺലൈൻ മെറ്റീരിയൽ യൂസ് ചെയ്ത് നിങ്ങൾക്ക് സെൽഫായിട്ട് പ്രിപ്പയർ ചെയ്യാം. ഇത്തരത്തിലുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോം യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ അത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. നെക്സ്റ്റ്, മൊബൈൽ ആപ്ലിക്കേഷൻസ്. നിങ്ങൾ ഓൺലൈൻ പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്നത് ഞാൻ പറഞ്ഞപ്പോൾ തന്നെ അത് മൊബൈൽ ഫോണിലുള്ള മൊബൈൽ ആപ്പുകളായിട്ടും അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പിൽ കാണാൻ പറ്റുന്ന സർവീസുകളായിട്ടും നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓൺലൈൻ ക്ലാസ്സുകൾ, ക്വിസുകൾ, അതുപോലെ തന്നെ എക്സാം അപ്ഡേറ്റുകൾ, മോക്ക് എക്സാംസ്, ഇതെല്ലാം നിങ്ങൾക്ക് മൊബൈൽ ആപ്ലിക്കേഷനിലും അല്ലെങ്കിൽ ഓൺലൈൻ പ്ലാറ്റ്ഫോംസിലും ഒക്കെ കാണാം. നെക്സ്റ്റ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. ഇത് നമ്മുടെ എക്സാമിൻ്റെ പ്രാക്ടീസിൻ്റെ ഏറ്റവും കീ തിങ് ആണ്. നമ്മുടെ പ്രാക്ടീസിന് ഏറ്റവും കൂടുതൽ ആവശ്യം വരുന്നത് ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള പ്രാക്ടീസ് തന്നെയായിരിക്കും. അപ്പോൾ ഇങ്ങനെ പ്രിപ്പയർ ചെയ്താൽ SSC CGL 2026 എക്സാംസ് ക്ലിയർ ചെയ്യാം. അതേസമയം ഞാൻ നിങ്ങളോട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, നിങ്ങൾ സക്സസ്സിന്, അതായത് എക്സാം ക്ലിയർ ചെയ്ത് ഈ വർഷം തന്നെ ഒരു സക്സസ് അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ SSC CGL നിങ്ങളുടെ മുമ്പിൽ ഒരു ചലഞ്ചായിട്ട് ഇന്ന് തന്നെ പ്രസൻറ്റ് ചെയ്യുക. ഞാൻ SSC CGL ക്ലിയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. എൻ്റെ ലൈഫിൽ ഇത്ര സമയം, ഓരോ ദിവസവും ഇത്ര സമയം ഞാൻ ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യാൻ റെഡിയാണ്. ടൈം മാറ്റി വെക്കുക. നിങ്ങൾ ആ സമയം അതിനു വേണ്ടി തന്നെ സ്പെൻഡ് ചെയ്യും. പിന്നെ ഫസ്റ്റ് ഡേയിൽ തന്നെ മനസ്സിൽ ഉറപ്പിച്ചോളുക, ഞാൻ ഈ വർഷം ക്ലിയർ ചെയ്തിട്ട് മാത്രമേ ഈ കാര്യത്തിൽ നിന്ന് മാറുള്ളൂ. ഇത് തുടങ്ങി 2 ദിവസം കഴിഞ്ഞ് നിർത്തേണ്ട ഒരു കാര്യമല്ല, കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം അത്രയും ബിഗ്ഗർ ആയിട്ടുള്ള ഒരു അച്ചീവ്മെൻറ്റാണ് നിങ്ങൾക്ക് ഉണ്ടാവാൻ പോകുന്നത്. അത് അച്ചീവ് ചെയ്താൽ നിങ്ങളുടെ ലൈഫ് നല്ല രീതിയിൽ ചേഞ്ച് ചെയ്യും. ഇതുവരെ പോകുന്നത് പോലെ ആയിരിക്കില്ല നിങ്ങളുടെ ലൈഫ് ഇനിയുള്ള അടുത്ത വർഷങ്ങളിൽ. സോ നിങ്ങൾ ഏറ്റവും നന്നായിട്ട് അതിനെപ്പറ്റി ചിന്തിച്ച് ഫോക്കസ് ചെയ്ത് ഉറപ്പിച്ചിട്ട് തന്നെ ഇതിൻ്റെ പ്രിപ്പറേഷനിൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക്, നിങ്ങൾ ഒരുപാട് പേര് അറിഞ്ഞു കാണും, നമ്മൾ SSC CGL ഫോക്കസ് അല്ലെങ്കിൽ പൈലറ്റ് ബാച്ച് എന്ന പേരിൽ 2026 ഏറ്റവും പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, CGL പൈലറ്റ് ബാച്ച്. ഈ ബാച്ചിൻ്റെ ക്ലാസ്സസ് ഇന്നു മുതലാണ് ഒഫീഷ്യലി നമ്മൾ ഇതിൻ്റെ ഇൻട്രൊഡക്ഷനിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഈ വരുന്ന വീക്കുകളെല്ലാം ഫ്രീ ക്ലാസ്സസ് ഉണ്ടാവും. അതിനുശേഷം നിങ്ങൾക്ക് നമ്മുടെ CGL 2020 ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്ലാസ് സീരീസുകൾ, ഓരോ ടോപ്പിക്കുകളായിട്ടുള്ള ഇൻട്രൊഡക്ഷനും ഫാക്കൽറ്റീസിനെ പരിചയപ്പെടുകയൊക്കെ ചെയ്യുന്നതായിരിക്കും. ഈ പൈലറ്റ് ബാച്ചിൽ ജോയിൻ ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ച് അതിൻ്റെ ഫീസ് ഇവിടെ കറൻ്റ്ലി 4500 rupees നിങ്ങൾക്ക് ഈ കോഴ്സിൽ എൻറോൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ കോഴ്സിൽ ക്ലാസ്സസ് എടുക്കുന്ന ഓരോ ഫാക്കൽറ്റീസിനെ ഞാൻ ജസ്റ്റ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു കോഴ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്താലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, നേരത്തെ ഞാൻ ഇത്രയും നേരം പറഞ്ഞ ആ ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജി പോലെ തന്നെ നിങ്ങൾക്ക് ഓർഡർലി നിങ്ങളുടെ ഫൗണ്ടേഷൻ സെറ്റ് ചെയ്യാനും അതിനുള്ള പ്രോപ്പർ ഓർഡർഡ് ക്ലാസ്സുകളായിരിക്കും ഒന്ന് പോകുന്നത്. അത് നമ്മുടെ എക്സ്പേർട്ട് ഫാക്കൽറ്റീസ്, നമ്മുടെ ഫാക്കൽറ്റീസിനെ ഓരോരുത്തരെയും നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. അവരെല്ലാവരും ഇത്തരത്തിലുള്ള എക്സാം ക്ലിയർ ചെയ്ത് അതിൽ എക്സ്പേർട്ടായിട്ട് ഇരിക്കുന്ന ആൾക്കാരാണ്. കാരണം കഴിഞ്ഞ വർഷങ്ങളിൽ നടന്ന കോഴ്സുകളും അതിനുശേഷം CGL എക്സാം വന്നപ്പോൾ അതിൽ വന്ന ചോദ്യങ്ങൾ മാത്രം ഇവാലുവേറ്റ് ചെയ്താൽ മനസ്സിലാവും നമ്മുടെ ഫാക്കൽറ്റീസ് എത്രത്തോളം എക്സ്പേർട്സ് ആയിട്ടാണ് നമ്മുടെ ഈ കോഴ്സ് പ്രസൻറ്റ് ചെയ്തത്. അതിൽ നിന്ന് തന്നെ അതേ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്തു എന്ന് പറഞ്ഞ് നിങ്ങളിപ്പോൾ തന്നെ ദിശ അക്കാഡമിയുടെ മറ്റ് പഴയ യൂട്യൂബ് ചാനലിൽ കിടക്കുന്ന വീഡിയോസ് നോക്കിയാൽ തന്നെ മനസ്സിലാവും. അതിൻ്റെ താഴെ നമ്മളുടെ അതേ എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻ സീരീസ്, നമ്മുടെ ക്ലാസ്സിൽ നിന്ന് വന്ന ക്വസ്റ്റ്യൻസിൻ്റെ നമ്പേഴ്സ് തന്നെ വളരെ കൂടുതലാണ്. സോ നിങ്ങൾ ഈ കോഴ്സ് ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും എക്സ്പേർട്ട് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് ആയിരിക്കും നിങ്ങളെ ഗൈഡ് ചെയ്യുന്നത്. അവരുടെ ക്ലാസ്സുകൾ കൂടാതെ നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങൾ ക്ലിയർ ചെയ്യാൻ വേണ്ടി ഒരു മെൻറ്ററുടെ സപ്പോർട്ട് ഉണ്ടാവും. നിങ്ങളെ ആഡ് ചെയ്യുന്ന ഗ്രൂപ്പിൽ നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാം. നിങ്ങളുടെ ചില പ്രോബ്ലം, നിങ്ങൾ സ്റ്റക്കായ കാര്യങ്ങൾ, നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങളൊക്കെ ചോദിക്കാൻ ഒരു മെൻറ്റർ ആ ഗ്രൂപ്പിൽ പ്രസൻ്റ് ആയിരിക്കും. അവർ നിങ്ങളെ പ്രോപ്പർലി ഗൈഡ് ചെയ്യും, നിങ്ങളുടെ സംശയങ്ങൾ ക്ലിയർ ചെയ്യും. ഓക്കെ, മാത്രമല്ല ഈ കോഴ്സിൽ ജോയിൻ ചെയ്യുന്നവർക്ക് ഒരു ഓറിയൻറ്റേഷൻ സെഷൻ നാളെയും മറ്റന്നാളുമായിട്ട് കണ്ടക്ട് ചെയ്യുന്നുണ്ട് ദിശ അക്കാഡമി. അതിൽ എങ്ങനെയാണ് നിങ്ങൾ മുമ്പോട്ട് പോകേണ്ടതെന്നുള്ളത് നമ്മുടെ എക്സ്പേർട്ട് ഫാക്കൽറ്റീസ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. ഇനി ഈ ഫാക്കൽറ്റീസ്, ഈ ഒരു പൈലറ്റ് ബാച്ചിലുള്ള ഫാക്കൽറ്റീസിനെ പരിചയപ്പെടാം. ഈ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് 8075753676 അല്ലെങ്കിൽ 7012615002 നമ്പർ താഴെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് എടുത്ത് കോൾ ചെയ്യാം ദിശ ഓൺലൈൻ. അതുപോലെ തന്നെ ദിശ അക്കാഡമിയുടെ ഓഫ്ലൈൻ സെൻറ്റേഴ്സിലൊക്കെ പുതിയ ബാച്ചസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ഓഫ്ലൈനായിട്ട് വന്ന് റെഗുലറായിട്ട് പഠിക്കാനുള്ള അവസരമുണ്ട്. കൊട്ടാരക്കര, കൊല്ലം, ട്രിവാൻഡ്രം, കോഴിക്കോട്, അതുപോലെ തന്നെ തൃശ്ശൂർ, ഇത്രയും സ്ഥലങ്ങളിലാണ് ഓഫ്ലൈൻ ബാച്ചുകളുള്ളത്. ഓഫ്ലൈനായിട്ടോ അല്ലെങ്കിൽ ഈ ഒരു ഓൺലൈൻ കോഴ്സിലോ നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് ക്ലിയർലി പഠിക്കാം, നിങ്ങൾ റിയലി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ. ഇനി ഈ കോഴ്സിലുള്ള നമ്മുടെ ഫാക്കൽറ്റീസിനെയൊക്കെ നമുക്ക് പരിചയപ്പെടാം. ഫസ്റ്റ് ഡെന്നിസ് സാറിനെ നിങ്ങൾക്ക് പരിചയം ഉണ്ടാകും നമ്മുടെ ചാനൽ വഴി. സാർ റീസണിങ്ങിൻ്റെ ക്ലാസ്സുകളാണ് എടുക്കുന്നത്. സാറ് ഏകദേശം 10+ years ആയിട്ട് കോമ്പറ്റേറ്റീവ് എക്സാംസുമായിട്ട് ബന്ധപ്പെട്ട് ട്രെയിനിങ് കൊടുക്കുന്നു. സാറിൻ്റെ എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻ സീരീസിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ എക്സാംസിലൊക്കെ വന്നത് നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണും. സാർ റിലീസ് ചെയ്ത സെപ്പറേറ്റ് നോട്ട്സിൽ നിന്ന്. അതുപോലെ നെക്സ്റ്റ് GK സബ്ജക്റ്റുമായിട്ട് ഞാനും ഈ കോഴ്സിൻ്റെ ഒരു ഭാഗത്തിൽ ചെറിയ ഒരു പോർഷൻ കവർ ചെയ്യുന്നുണ്ടാവും.
നെക്സ്റ്റ് നിങ്ങൾക്ക് മാത്സ് സബ്ജക്റ്റുമായിട്ട് വരുന്ന ഒരാൾ അതുൽ കൃഷ്ണയാണ്, അതുൽ സാറാണ് മാത്സുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വരുന്നത്. അതുൽ സാറിനെ ഒരുപക്ഷെ നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് പരിചയം ഉണ്ടാവും. സാറ് SSC CGL ഉൾപ്പെടെയുള്ള എക്സാംസ് ക്രാക്ക് ചെയ്ത ആളാണ്. അതുകൊണ്ട് സാറിന് ഏറ്റവും നന്നായിട്ട് നിങ്ങളെ ഗൈഡ് ചെയ്യാൻ പറ്റും. SSC CGL ഒരു 3 വർഷങ്ങൾക്ക് മുമ്പ് ക്ലിയർ ചെയ്ത് ക്രാക്ക് ചെയ്ത ആളാണ്. സോ സാറിന് ഏറ്റവും നന്നായിട്ട് മാത്സ് സബ്ജക്റ്റ് നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആക്കി മാറ്റുന്ന തരത്തിലേക്ക് സാറിന് നിങ്ങളുടെ ക്ലാസ് എടുക്കാൻ സാധിക്കുന്നതായിരിക്കും. സോ അത് നിങ്ങളൊന്ന് നോട്ട് ചെയ്തോളുക. അടുത്ത മാത്സ് സബ്ജക്റ്റ് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് നിത്യ മിസ്, നമ്മുടെ GK സബ്ജക്റ്റിന് നിങ്ങൾക്ക് വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. നിത്യ മിസ് ഉണ്ടെങ്കിൽ GKയും കറണ്ട് അഫെയറും നിങ്ങളുടെ കയ്യിൽ സേഫ് ആണ്. ഉറപ്പായിട്ടും ഏറ്റവും സേഫ് ആയിട്ട് നിത്യ മിസ് നിങ്ങളെ GKയും അതുപോലെ കറണ്ട് അഫെയർസ്, ഞാൻ പറഞ്ഞല്ലോ കറണ്ട് അഫെയർസ് നമ്മുടെ ഇപ്പോഴത്തെ എക്സാം പാറ്റേണിൽ വളരെ ക്രൂഷ്യൽ ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ GKയിൽ സ്റ്റാറ്റിക് GK ഉൾപ്പെടെ കുറച്ച് ടോപ്പിക്കുകളും കറണ്ട് അഫെയർസും നിത്യ മിസ് ആയിരിക്കും നമുക്ക് വേണ്ടി ഹാൻഡിൽ ചെയ്യുന്നത്. നെക്സ്റ്റ് അമൃത മിസ്സിനെയും പരിചയമുണ്ട്. അമൃത മിസ് ആയിരിക്കും GK എടുക്കുന്ന മറ്റൊരു ഫാക്കൽറ്റി. നെക്സ്റ്റ് ദിവ്യ മിസ്, ഇംഗ്ലീഷുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ വരുന്നത് ദിവ്യ മിസ് ആയിരിക്കും. ഇംഗ്ലീഷ് സബ്ജക്റ്റ് എത്രത്തോളം ക്രൂഷ്യലാണ് ഈ ഒരു എക്സാമിന് നിങ്ങൾക്ക് പലർക്കും അറിയായിരിക്കും. മിസ് കഴിഞ്ഞ 8 വർഷങ്ങളോളമായിട്ട് ഇത്തരത്തിലുള്ള കോമ്പറ്റേറ്റീവ് എക്സാംസിന് തന്നെ പ്രിപ്പയർ ചെയ്യുന്നതാണ്. മിസ്സിൻ്റെ ക്ലാസ്സുകളുമായിട്ട് ഉടനെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലും ഒക്കെ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഉടനെ പരിചയപ്പെടാം. നെക്സ്റ്റ് ഋഷിക മിസ്, GK അല്ലെങ്കിൽ സയൻസ് ഒക്കെ എടുക്കുന്നത് ഋഷിക മിസ് ആണ്. ഋഷിക മിസ്സും ഈ കോഴ്സിൻ്റെ ഭാഗമായിട്ട് നിങ്ങളുടെ അടുത്തുണ്ടാവും. അതുപോലെ ആര്യ മിസ് ഉണ്ടാവും, മാത്സ് ആൻഡ് റീസണിങ്, മാത്സും റീസണിങ് സബ്ജക്റ്റ് എടുക്കുന്നത്. ലാസ്റ്റ് വൺ ജിതിൻ സാറാണ് GK സബ്ജക്റ്റ് എടുക്കുന്ന മറ്റൊരാൾ ജിതിൻ സാറാണ്. അപ്പോൾ ഇത്രയും ഫാക്കൽറ്റീസ് ആണ് നിങ്ങൾക്ക് SSC CGL കോഴ്സുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും 2026 SSC CGL എക്സാം ക്രാക്ക് ചെയ്യാൻ വളരെ സീരിയസ്ലി ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഒന്നുകിൽ ദിശ അക്കാഡമിയോടൊപ്പം ചേർന്ന് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാം. അതിനുള്ള 2 ഓപ്ഷൻസ് ആണ്. ഒന്ന്, ഈ ഒരു ഓൺലൈൻ കോഴ്സിൽ ജോയിൻ ചെയ്യുക, CGL പൈലറ്റ് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്തോളൂ. കാരണം ക്ലാസ്സസ് എത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. നിങ്ങളെ കോഴ്സിലേക്ക് ഗൈഡ് ചെയ്യുന്ന ഓറിയന്റേഷൻ സെഷൻ ഇന്നും നാളെയുമായിട്ട് ഈ വീക്ക് കൊണ്ട് തന്നെ കണ്ടക്ട് ചെയ്ത് തുടങ്ങുന്നതാണ്. ഓരോ ആൾക്കാർക്കും കൃത്യമായ പ്രോപ്പർ ഗൈഡൻസ് കിട്ടുന്ന ദിവസങ്ങളാണ്. സോ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക, അല്ലെങ്കിൽ ദിശ അക്കാഡമിയുടെ ഓഫ്ലൈൻ സെൻറ്ററിൽ ജോയിൻ ചെയ്യുക. എന്തെങ്കിലും ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന ദിശ അക്കാഡമിയുടെ ഒഫീഷ്യൽ നമ്പേഴ്സിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് ഇൻഫർമേഷൻ കളക്ട് ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളുമായിട്ട് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ദിശ അക്കാഡമിയുടെ ഏത് ബ്രാഞ്ചും വിസിറ്റ് ചെയ്യാം. നിങ്ങളുടെ കംപ്ലീറ്റ് സംശയങ്ങളും ക്ലിയർ ചെയ്ത് നിങ്ങളെ ഗൈഡ് ചെയ്ത് വിടുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഇത്തരത്തിലൊരു പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരിലേക്ക് ഈ വീഡിയോ റെക്കമെൻഡ് ചെയ്യുക, അവർക്ക് ഷെയർ ചെയ്യുക. മാക്സിമം ആളുകളിലേക്ക് ഇത്തരത്തിലൊരു ഇൻഫർമേഷൻ എത്തിച്ചോളുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.